ഇത് ഡെവലപ്പ് ആവൂല എന്ന് കണ്ട ബിസിനസ്സിനെ ഒരിക്കലും നമ്മളത് കണ്ടിന്യൂ ചെയ്യരുത്. സാധനം പൊക്കി മേലിടത്തിനോട് എത്താൻ മറിഞ്ഞ് അങ്ങോട്ട് പോകണം കുഴിയിലേക്ക് മൊത്തം ചിക്കണം. നമ്മളെ എന്താ പറയുക, അധ്വാനം തന്നെയാണ് നമ്മളെ ഫലം. പുറത്തേക്ക് ഇറങ്ങിയ പോലീസ് ഓടിക്കുന്നുള്ള പേടിയുണ്ട്. മനസ്സിലായി, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. എനിക്കറിയാം, എനിക്ക് തന്ന പണി തന്നവർ കുറേ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലും നമ്പർ 1 നിൽക്കണം എന്നത് ഒരു തീരുമാനം എനിക്കുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ക്രിയ ടോക്സ്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. കേരളത്തിൻ്റെ അകത്തും പുറത്തും അറേബ്യൻ ഫുഡിൽ വെറൈറ്റീസ് കൊണ്ടുവന്ന് ഒരു സെൻസേഷനാക്കി മാറ്റിയ അൽറീം ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിൻ്റെ കോ ഫൗണ്ടറായ സുധീർക്ക, താങ്ക് യു ഫോർ ജോയിനിങ് അസ് ആൻഡ് വെൽക്കം ടു ക്രിയ ടോക്സ്. സുധീർക്ക, എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ട് പോകണം, അൽഹംദുലില്ലാഹ്. സോ ഇന്നത്തെ നമ്മളൊരു എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ അൽറീം നിന്ന് എത്രത്തോളം വലുതായി എത്തി നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ജേർണിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്കും ഇനി ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്കും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് തുടങ്ങിയല്ലേ? സോ നമ്മൾ ഫസ്റ്റായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ സ്റ്റോറിയാണ്. നിങ്ങളെ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്തൊക്കെ ജോബ് ചെയ്തു, എങ്ങനെ ഇവിടെ വരെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പോകുന്നത്. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. ഞാൻ എത്തിപ്പെട്ടത്, അതായത് ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് എൻ്റെ എഡ്യൂക്കേഷനാണ്. അതെ, താഴെയാണ്. 10ാം ക്ലാസ്സാണ്, ഒരു പഴയ 10ാം ക്ലാസ്സായിരുന്നു. അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പഠിച്ചോ അല്ലെങ്കിൽ അതെൻ്റെ വഴിക്ക് പോട്ടെ. പിന്നെ നിങ്ങൾ ഈ കരിയറിൽ എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ ജോബ്സ് എന്തൊക്കെയായിരുന്നു? ആദ്യകാലത്ത് നിങ്ങളെ ജോബ്സ് എന്തൊക്കെയായിരുന്നു? പഴയ കാലം തൊട്ട് പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും താഴെക്കടയിൽ നിന്ന് പോകും. താഴെക്കട മീൻസ് പൊതുവെ മൊത്തത്തിൽ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ ഉപ്പയാണെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോടൊരു 10ാം ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ ഉപ്പ പറഞ്ഞോണം 10ാം ക്ലാസ്സും ഇല്ല, പഠിച്ചിട്ടില്ല. എന്നാലും കേരളം ഒട്ടാകെ ഓടി നടന്ന് ബിസിനസ് ചെയ്തിരുന്ന ഒരു വാപ്പയാണ്. അത് കണ്ട് ഒരു വളർച്ച ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ അങ്ങനെ തന്നെ. ഞങ്ങളാരും ഒരു ജോലിക്കാരൊന്നുമല്ല, ബിസിനസ്സിൽ മാത്രം ആണ് ഞങ്ങളെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്നത്. അതങ്ങനെ പോകുമ്പോൾ തുടക്കം തൊട്ട് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടിയുണ്ടാവും. കടല കച്ചവടം മുതൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതായത് എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഉപ്പാക്ക് മരക്കച്ചവടമായിരുന്നേ. അപ്പോൾ മരക്കച്ചവട സമയങ്ങളിൽ അത് കാണും. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നല്ല, അകത്തും പുറത്തുനിന്നും ആൾക്കാർ ഇവിടെ വരും, വീട്ടിൽ വരും, പണിയെടുത്ത്. ഇപ്പം എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ കണ്ട് വളരുകയാണല്ലോ. പല തമിഴന്മാർ കയറി വരും. അപ്പോൾ അതിലേക്ക് നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി അതങ്ങനെയാണല്ലോ വരിക. അങ്ങനെ അത് കണ്ടു വളർന്നു. 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ആരും എടുക്കാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ചെറിയ ചെറിയ മരക്കച്ചവടങ്ങളിൽ സ്കൂളിൽ നിന്ന് അറിയാത്ത രീതിയിൽ തന്നെ പോയിട്ട് ചെറിയ കാശ് കൊടുത്ത് ആർക്കും കയറി പറ്റാൻ പറ്റാത്ത കുന്നും മലയിലൊക്കെ കയറിയിട്ടേ മരം എടുക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ് നമ്മളെ കയ്യിൽ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്നിട്ട് സ്കൂൾക്കാന്നും പറഞ്ഞ് ബുക്ക് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബുക്ക് കയ്യിൽ വെച്ചിട്ട്, അന്നൊക്കെ ഒരു ബുക്ക് മതി, ചുരുട്ടിക്കൂട്ടി പോയി കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ബസ് കയറി പോയിട്ട് രാവിലെ പണിക്കാരെ കൂടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇന്നത്തെ 10ാം ക്ലാസ്സുകാർക്ക് അതൊന്നും അറിയില്ല, കഴിയൂല. അങ്ങനൊരു കാലമാണല്ലോ ഇപ്പോൾ. അത് അങ്ങനെയായി. എൻ്റെ ജ്യേഷ്ഠനുണ്ട്, നേരെ ജ്യേഷ്ഠന്. ആള് ഇന്നൊരിക്കൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, സ്കൂളിൽ കൊണ്ടാക്കിയ ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങി. പക്ഷെ അതിലൊന്നും അന്നത്തെ കാലത്ത് ഒരു വാശിയല്ല, ഒരു എന്താ പറയുക, ഒരു തീരുമാനം ഉണ്ടായിരുന്നു മനസ്സിൽ. ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തടിമുടി വരുന്ന കാലം അത് വെട്ടാൻ പോലും ഞാൻ ഉപ്പ 10 പൈസ തരി, അല്ലെങ്കിൽ 5 രൂപ തരുന്നു ചോദിക്കാറില്ലായിരുന്നു. അത് ഒരു വാശിയല്ല, എന്താന്ന് പറയാ, അങ്ങനെ തീരുമാനമായിരുന്നു. ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ സ്കൂൾ ഇല്ലാത്ത സമയങ്ങളിൽ ഓട്ടോറിക്ഷയിൽ പോകും. ഡ്രൈവിംഗ് എൻ്റെ ഒരു എന്താ പറയാ, ഒരു പാഷനാണ്. അപ്പോൾ അങ്ങനെ അതിൽ പോവും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ലോറി, വണ്ടി, വാഹനങ്ങളൊക്കെ ഉപ്പാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിങ് ചെറിയ പ്രായത്തിൽ, അന്നത്തെ കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യാൻ 8ാം ക്ലാസ്സുകാരൻ ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. എല്ലാവരും നോക്കി നിൽക്കേണ്ട കാലമാണല്ലോ. അങ്ങനെ എന്താ പറയുക, ഓട്ടോയിൽ പോവും. അത് കഴിഞ്ഞ് ആരും അറിയില്ല, എൻ്റെ ജ്യേഷ്ഠന്മാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നത്, കുടുംബത്തിനും ഇഷ്ടമല്ല.
പക്ഷെ സീക്രട്ടായിട്ട് ചെയ്യും. എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രം, ആരോടൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു വാശിയല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തീരുമാനം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എല്ലാത്തിനും 1, 2, 3, 4, 5 എണ്ണാണല്ലോ. എന്ന പോലെ തന്നെ 1 കഴിഞ്ഞ് 2ലേക്ക് പോകും. 2 മീൻസ് പിന്നെ ജീപ്പിലേക്കായി താല്പര്യം. സ്വന്തം വണ്ടി തന്നെ ഉണ്ട്, പട വണ്ടി തന്നെ ഉണ്ട്, അതെടുക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 ഘട്ടം, 3-ാം ഘട്ടം എന്ന് പറയുന്നത് അത് പിക്കപ്പിലേക്കായി. അന്ന് പിന്നെ ആ ഓടുന്ന സമയങ്ങളിൽ മരം കാണുന്നത് എടുക്കും ചെറിയ പൈസക്ക്, ഇല്ല ബഡ്ജറ്റിനനുസരിച്ച് അതെടുത്ത് മറിച്ച് വെക്കും. അതിൽ 5-10 കിട്ടും. അങ്ങനെയുള്ളൊരു ചെറിയ കാലം. അന്നത്തെ കാലം അറിയാമല്ലോ, പിന്നെ നിങ്ങൾക്കറിയില്ല, അങ്ങനെയാണ് അന്നത്തെ കാലം. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയി ഒരു ഏകദേശം ഒരു 5-8 കൊല്ലം ഞാൻ ആ ഒരു ഇതിൽ 10ാം ക്ലാസ് തീരല്ല മനസ്സിലായില്ലേ, തീർത്ത് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യം നോക്കാൻ. 10 കഴിഞ്ഞ അതൊരു കടമ്പ പോലെയായിരുന്നു അന്നത്തെ കാലത്ത്. 10ാം ക്ലാസ് പഠിക്കുക എന്നുള്ളതാണല്ലോ അന്നത്തെ ഒരു തോൽക്കണ സമയമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനും തോൽക്കുന്ന ഉറപ്പാണല്ലോ. അങ്ങനെ ഞാനും തോറ്റു, രക്ഷപ്പെട്ടു എന്നുള്ളിടത്തായി. പിന്നെ ഞാൻ കുറച്ചൊരു സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിലൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ നേരെ ജ്യേഷ്ഠനാണ് ആ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ്. എന്ന് വെച്ചാൽ ഓരോ ഏജിനനുസരിച്ച് എനിക്ക് ടൈം തരും. അതായത് രാത്രി വരേണ്ട സമയം, വീട്ടിലേക്ക് കയറേണ്ട സമയം, അത് 10ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഒരു 1.5 വർഷമാകുമ്പോൾ എനിക്കൊരു 7 മണി വരെ സമയം തന്നു. അത് ഓരോ വർഷത്തിന് 1.5 മണിക്കൂർ കൂട്ടുന്നത് പോലെ അതങ്ങനെ തന്നു പോലെയായിരുന്നു. എന്നാലും ഇപ്പം എത്ര എത്തി നിന്നാലും എവിടെ എത്തി നിന്നാലും 9:30 മണിയാണ് എൻ്റെ ടൈം വീട്ടിൽ. അത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വീട്ടിലെത്തിയിരിക്കും. ഉപ്പാനെക്കാട്ടിലൊരു കൺട്രോൾ ജ്യേഷ്ഠനായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ജ്യേഷ്ഠന് കുറച്ച് കൂടുതൽ ശ്രദ്ധ. അവൻ്റെ അടിക്കിച്ചിരി ചൂട് കൂടുതലാണ്. നേരെ മൂത്ത ഒരാളുണ്ടായിരുന്നു, ആള് പക്ഷെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. 2 പേരും കേട്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കിയുള്ളൂ. മറ്റേ ആൾ പിന്നെ കുറച്ച് ഡയറക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഭയങ്കര ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്. എൻ്റെ നേരെ നീ പറഞ്ഞ നേരെ ജ്യേഷ്ഠൻ സൗദിയിലായിരുന്നു. പിന്നെ സൗദിയിൽ പോയി. അപ്പം പിന്നെ കുറേ വിളിച്ചിട്ടുണ്ട് സൗദിക്ക്. പക്ഷെ അന്ന് ഗൾഫിനോട് താല്പര്യമില്ല. ഇവിടെ ഉണ്ടല്ലോ നാട്ടിൽ, ചെയ്യാൻ പറ്റും. ഒരു മാനസികമായിട്ട് ഒരു ഉറപ്പ്, ഒരു ധൈര്യമായിരുന്നു അത്. ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ തന്നെ ചെയ്യാമല്ലോ എന്നുള്ളൊരു വാശിയില്ല. അങ്ങനെ നടന്നു. അങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് ഷെഫീഖ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒന്ന് പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ സൗദിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അന്നൊക്കെ ഗൾഫിൽ പോകുന്ന ചിന്തയാണ്, ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവനും എൻ്റെ റഫീഖ് എന്ന വേറെ സുഹൃത്തുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഒരുപാടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനുള്ളൊരു സമയക്കുറവ് കാരണം കൊണ്ട് പറയണില്ല. അപ്പോൾ അവർ ഇങ്ങനെ വിളിക്കുമ്പം അവരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ്. അതൊരു അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ബന്ധം. ചൈൽഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ചെറിയ പ്രായത്തോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം അവരെ കൂടെ നിൽക്കുക എന്നുള്ളൊരു താല്പര്യം തോന്നി. ഒരു 97 98 കാലത്തിൽ ഞാൻ സൗദിയിലേക്ക് പോയി. വെറും 2 വർഷം ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തോളൂ. അത് ഒരു അമേരിക്കൻ കമ്പനിയിൽ എൻ്റെ ജ്യേഷ്ഠൻ, ഈ പറഞ്ഞ ജ്യേഷ്ഠൻ തന്നെ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ടായതുകൊണ്ട് എഡ്യൂക്കേഷൻ കുറവാണെങ്കിലും നല്ലൊരു കമ്പനിയിലേക്ക് ജോബ് കിട്ടി, നല്ല സാലറിയിൽ. അതിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു അതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. എൻ്റെ കഴിവുകൊണ്ടൊന്നല്ല, ടെക്നീഷ്യനായിട്ട്. അന്ന് മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. മൊബൈല് സൗദിയിലൊക്കെ വരുന്നുള്ളൂ, നമ്മുടെ നാട്ടിൽ മൊബൈലായിട്ടില്ല. അങ്ങനെ അതിൻ്റെ ടെക്നീഷ്യനായിട്ട് ഞാൻ ജോലിക്ക് കയറുകയാണ്. പക്ഷെ ഒരു നിർബന്ധമുണ്ട് കേട്ടോ, അത് ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. എന്ത് ചെയ്യണമെങ്കിലും അതിലും നമ്പർ 1 നിൽക്കണം എന്നൊരു ഒരു തീരുമാനം എനിക്കുണ്ട്. നമ്പർ 1 ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എനിക്ക്. അത് നാച്ചുറലി പഠിച്ചോണ്ട് കിട്ടിയതായിരിക്കാം. വർക്ക് ചെയ്യും. അങ്ങനെ അന്ന് എൻ്റെ മാനേജറൊക്കെ ഈ ഭാഷാ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമുക്കൊരു മലയാളം അല്ലാതെ വേറൊന്നും അറിയാത്തൊരു കാലം. അങ്ങനെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എത്ര വേണമെങ്കിലും സമയം ജോലി ചെയ്തോളാം. പക്ഷെ എനിക്ക് ഈ ഇംഗ്ലീഷുകാരെ കൂടെ ഒന്നും ജോലി ചെയ്യാൻ അത് എന്താ പറയുക, ഞാനൊരു ചെറിയൊരു കുട്ടികൾക്ക് കൊണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടി പറയാണ്. പക്ഷെ അന്ന് എനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് തോന്നുന്നത് ഇപ്പോഴാണ്. അന്ന് ഞാൻ അവരെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷുകാരെ കൂടെ ജോലി ചെയ്യണമെങ്കിൽ എനിക്കെന്താ പറയുക, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു.
നല്ല പ്രായമല്ലേ, തലയ്ക്ക് പെട്ടെന്ന് കയറുന്നു. പക്ഷെ അന്ന് ആ മടിയും നമുക്കുള്ള ആ ഒരു പേടിയുണ്ടല്ലോ സംസാരിക്കാൻ. അത് ഇനിയുള്ള കുട്ടികൾ അത് ഉണ്ടാവരുത്. എവിടെയാ ചാൻസ് കിട്ടുന്നത് അത് ഉപയോഗപ്പെടുത്തണം. അതിനാണ് ഞാനത് ആ വിഷയം പിന്നീട് റിഗ്രറ്റ് ഉണ്ടാവരുത്. അതെ, അതാണ് പ്രശ്നം. അപ്പം അത് അങ്ങനെ ഞാൻ മലയാളികളുടെ കൂട്ടത്തിൽ മൂവാറ്റുപുഴയല്ല കുറച്ച് ടീംസ് അവിടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ കൂടെ ഞാനും ഇന്നവർ എൻ്റെ ദേശം തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് എന്നെ അതിലേക്ക് കയറ്റി അവരെ കൂടെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്ക് ഞാൻ 3-4 മാസത്തിനുള്ളിൽ ഏകദേശം ഈ ഒരു മൊബൈലിൻ്റെ ടവറിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സെറ്റ് ചെയ്യണോ അത് സെറ്റ് ചെയ്യാൻ മുഴുവനായിട്ട് പഠിച്ചു. പിന്നെ ആ പ്രായത്തിലും ഞാൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിലാണെങ്കിലും അവിടുന്ന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കമ്പനി ഹൈ ലെവൽ കമ്പനിയാണ്, ലൂസ് ആൻഡ് ടെക്നോളജി എന്ന് എനിക്ക് പറയാം കമ്പനി. അതിൽ കയറി അവിടുന്ന് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾ യാത്ര 3-ാം ദിവസം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടതാണ്. ജോലി കയറി 3-ാം ദിവസം ഞാൻ സൗദിയിൽ ഡ്രൈവ് ചെയ്തിട്ടില്ല. എൻ്റെ ജേസിൻ്റെ വണ്ടി അവിടെ പഴയ എയർപോർട്ടുണ്ട്, അതിലൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിച്ചു നോക്കി എന്നല്ലാണ്ട് വേറെ ഓടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ, അതായത് മൂവാറ്റുപുഴ ഉള്ള ഒരാളാണ്, ആളെ കൂടെ ഞാൻ മക്കത്തേക്ക് ജോലിക്ക് രാവിലെ പോകും. രാവിലെ പോയിട്ട് ജോലി കഴിഞ്ഞാൽ തിരിച്ച് 5-6 മണിയാകുമ്പോൾ തിരിച്ച് വരിക. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഓവർ ടൈം വരും. ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഹജ്ജ് സീസണൊക്കെ ആകുമ്പോൾ ഫിറ്റിങ് ഭയങ്കര പണികൾ കൂടുതല. രാത്രി 2 മണി 3 മണി വരെ പണിയെടുക്കും. തിരിച്ച് ജിദ്ദയിൽ റൂമിൽ വരും. തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം 6-6:30 ആകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. 3-ാം ദിവസം ഞാനും ഈ സംഗീതം കൂടെ പോവാണ്. ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് ഈ സംഗീതത്തിൻ്റെ പേപ്പറിന് ചെറിയ പ്രോബ്ലം വന്നിട്ട് പിടിക്കണം. ഒരു അവിടുത്തെ ഒരു ടേണിംഗ് പോയിന്റാണ് ഞാൻ പറയണത്. പിടിക്കപ്പെടുമ്പോൾ ഞാൻ മാത്രം, സൗദി അറേബ്യ എന്താണെന്ന് അറിയാത്തൊരു കാലം വന്നിട്ട്, അന്നത്തെ കാലത്ത് ഇക്കാമ കിട്ടണമെങ്കിൽ 2 മാസം 3 മാസമൊക്കെ പിടിച്ച് റൂമിൽ മാത്രം ഇരിക്കുക. പുറത്തേക്ക് ഇറങ്ങിയ പോലീസ് ഓടിക്കുന്നുള്ള പേടിയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഇയാളെ പിടിച്ചോടുകൂടെ പിന്നെ വണ്ടി ഞാൻ ഒറ്റക്കായി. ഞാൻ മാത്രം ആവുകയാണല്ലോ. അയാളെ നേരെ പോലീസ് ജീപ്പിൽ കയറ്റി. അപ്പോൾ ആളെന്നോട് അന്ന് സുധി നീ വണ്ടി ഓടിക്കാണോ ചോദിച്ചു. നാട്ടിൽ ഓടിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ ഓടിച്ചിട്ടില്ലാണ്. താക്കോലെടുത്ത് കൈ തന്നു. ഒരു ഫോർഡിൻ്റെ, അന്ന് നമ്മളവിടെ നിന്നും എന്താ പറയുക ഈ ടൈപ്പ് ഇറങ്ങിയിട്ടില്ല, ഗിയറില്ലാത്ത വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല. ആ വണ്ടി കൈ തന്നു. അപ്പം എന്നോട് വന്ന് നീ പോയിക്കോ, മക്കത്ത് പോയിട്ട് ഷുക്കൂർ പറഞ്ഞ എൻ്റെ മാനേജറുണ്ട്, ആളെ വിളിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ ആളെ വിളിക്കാൻ വേണ്ടി ഞാൻ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അന്യരാജ്യത്ത് ആദ്യമായിട്ട് റോഡിൽ പോയിട്ടാണ്, അതായത് 3-ാം ദിവസം ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ശരി 3 ദിവസം ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടേ ഉള്ളൂ, മക്കത്തേക്ക് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇവനും കയറ്റി പോലീസ് പോയി. ഞാൻ ഈ വണ്ടി എടുത്ത് പോവാണ്, മക്കത്തേക്ക് പോവാണ്. അപ്പോൾ തലേ ദിവസം കണ്ട വഴികൾ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്ട്രൈറ്റ് പോകണം മക്കത്തേക്ക്, ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക്. അന്ന് നമ്മുടെ എക്സ്ചേഞ്ചിലാണ് വർക്ക് എടുക്കുന്നത്, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ. അപ്പോൾ നേരെ പോണതിന് പകരം ഞാൻ റൈറ്റിലേക്ക് തായിഫ് എന്ന് പറഞ്ഞ റോഡിലേക്ക് കയറും. അങ്ങനെ ഫസ്റ്റിൽ വണ്ടി കൊടുക്കുകയാണ്, അതും മെയിൻ ഹൈവേയിൽ ജിദ്ദ മക്ക ഇതിൽ. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഏകദേശം ഒരു 35-40 കിലോമീറ്റർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇങ്ങനെ ആയ അവസാനത്തേക്ക് ഞാനിത് കയ്യിലൊതുങ്ങി വണ്ടിയും റോഡും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു ചുരുക്കി പറയാതാലും. നേരെ പിന്നെ ഞാൻ തിരിച്ച് ചെല്ലണമെങ്കിൽ സുക്കൂറിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. അന്ന് പിറ്റേ ദിവസം എന്നെ സുക്കൂർ വിളിച്ചിട്ട് ചോദിച്ചു, മാനേജർ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വണ്ടി നീ വെച്ചോ കയ്യിൽ നിന്ന്. 3-ാം ദിവസം കേട്ടോ. പഠിച്ചോൻ്റെ അനുഗ്രഹം അതാണ് എൻ്റെ മെയിൻ. അത് നല്ലോണം പഠിച്ചോ എനിക്ക് അറിഞ്ഞു തന്നിട്ടുണ്ട്. അത് അന്നും ഇന്നും കണ്ടില്ല. അപ്പോൾ ആ വണ്ടി കൈ തന്നിട്ട് ഞാൻ ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് ഓരോരോ വണ്ടി ഓരോ മാസങ്ങളിൽ മാറ്റി മാറ്റി തരും കമ്പനിയിൽ. നമ്മളെന്താ വെച്ചാൽ ഒരു മനുഷ്യനോട് എന്നല്ല ആരോടാണെങ്കിലും നമ്മളെ പെരുമാറ്റം അത് മാക്സിമം സൗമ്യമായിട്ട് ചെയ്യുക, ഒതുങ്ങി നിന്ന് കൊടുക്കുക. ചില കാര്യങ്ങൾക്ക് നമ്മൾ ചെറുതാവേണ്ട അടുത്ത് ചെറുതായി കൊടുക്കുക. നമുക്കതുകൊണ്ട് ഗുണേ ഉണ്ടാവുള്ളൂ, ദോഷം വരില്ല. ഏതായാലും അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അങ്ങനെ സൗദിയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഈ കമ്പനിയിൽ നമ്പർ 1 തന്നെ അങ്ങനെ പറയില്ല, എന്നാലും നീ പോയിട്ട് ചെയ്യുമെന്ന് പറയാനുള്ളൊരു ലെവലിലേക്ക് ഞാൻ എത്തി. അവിടെ ഈ 2 വർഷത്തിൽ ഇടയിൽ സ്വന്തമായിട്ട് സൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും എനിക്ക് പഠിച്ചോണ്ട് തന്നിരുന്നു.
അങ്ങനെ ആ കമ്പനി നന്നായിട്ട് പിടിച്ചു. കമ്പനീൻ്റെ കോൺട്രാക്ട് വർക്കാണ് കമ്പനിക്ക്. അത് തീരുന്ന സമയമായപ്പം ഇന്ത്യയിലേറെ എന്താ പറയുക എക്സ്പീരിയൻസും സീനിയോറിറ്റി ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അതിൽ. അവരൊക്കെ പണി പോയിട്ടില്ലായിരുന്നു. അവസാന നിമിഷം വന്നപ്പോൾ അലീക്കാന്ന് പറയും, ഇവിടെ കോതമംഗലത്തുള്ള പുള്ളി പറഞ്ഞു, സുധീർ നീ ഒരു പണി, ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം, ഒരു 3 മാസം ഞാൻ നാട്ടിൽ നിന്ന് ആ ഗ്യാപ്പിൽ എനിക്ക് ജോലി ചെയ്യാം. ആ 3 മാസം നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു പാകിസ്ഥാനി നിന്ന് ഞങ്ങളെ മാനേജർ മുപ്പത് പറഞ്ഞോട്, സുധീറ നീ പിന്നെ അലി അവിടെ നിന്നോട്ടെ, നീ ജോലി കണ്ടിന്യൂ ചെയ്തു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ കൊടുത്ത വാക്കല്ലേ, അലിക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് എനിക്ക് 3 മാസമെങ്കിൽ 3 മാസം ജോലി എന്ന മനുഷ്യനല്ലേ, അയാളെ കെയർ ഓഫിലാണല്ലോ. അത് അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലി തരാം, അലിഖാൻ്റെ ജോലി എനിക്ക് വേണ്ട. അപ്പോൾ പറഞ്ഞു ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്കൊരു എക്സിറ്റ് തന്നിട്ട് ഞാൻ നാട്ടിൽ പോയിക്കോളാം. അങ്ങനെ ഞാൻ എക്സിറ്റ് അടിക്കുന്നത്. അന്ന് വരുന്ന സമയത്ത് കയ്യിലധികം കാശൊന്നുമില്ല, പക്ഷെ നല്ല സാലറി ആയിരുന്നു. ഞാൻ ഏകദേശം ഒന്ന് എന്താ പറയുക സ്റ്റാൻഡിങ്ങിലായിട്ടുണ്ട്, സ്റ്റേബിളായിട്ടുണ്ട്. ഈ സ്റ്റേബിളായ സമയത്ത് ഞാൻ നാട്ടിൽ വന്നു ഒരു 6 മാസം. കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയും, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കയറുന്നില്ല. 6 മാസം നാട്ടിൽ നിന്നു ഞാൻ ഇവിടെ. സോറി, അതിൽ എനിക്ക് റീഎൻട്രി അടിച്ചിട്ട് തന്നെ റീഎൻട്രി അടിച്ച് തന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു. 6 മാസം വരെ നിൽക്കും അന്നത്തെ കാലത്ത്. 6ാമത്തെ മാസം പോണ തലേ ദിവസം എൻ്റെ തറവാട് വീട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു. അവിടെ ഒരു ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വീടായിരുന്നു. അപ്പോൾ ഞാനന്ന് തല ചാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടി വെട്ടിട്ടുണ്ട്, മഴക്കാലം അങ്ങനെ വരുന്ന സമയത്ത്. അപ്പം ഞാനതിലേക്ക് ചാരിയപ്പോൾ എൻ്റെ വലിയ ജ്യേഷ്ഠൻ പറഞ്ഞു, മരിച്ചു പോയി, ഞാൻ പറഞ്ഞല്ലോ. ആൾ പറഞ്ഞു, എടാ അതുമ്പോൾ അങ്ങനെ തല ചാരി നിൽക്കില്ല, ഇരുമ്പാണ്. ശരിക്കും ഒരു ടേണിങ് പോയിന്റ് തന്നെ പറയാം ചിലപ്പോൾ അതിന്, അങ്ങനെ കൂട്ടാന്ന് പറയില്ല. തല ചാരി നിൽക്കല്ലേ, ഇടി വെട്ടുമ്പം ഇരുമ്പിനാവുമ്പം പെട്ടെന്ന് ഇടി ഇങ്ങോട്ട് ഇത് കേട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു. തട്ടിക്കൂടെ സൗദി കോണിയിലേറെ നല്ലത് ഇങ്ങനെയാണ് പറഞ്ഞ കണ്ടല്ലോ. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ നോക്കിയിട്ട് ആള് കുറച്ച് ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. മറ്റേ ജ്യേഷ്ഠനെ ഒരു ചെറിയൊരു പേടിയില്ല നിൽക്കുക. അപ്പോൾ മൂത്താള്, രണ്ടാമത്തെ ആള് പറഞ്ഞാൽ എല്ലാത്തിനും സപ്പോർട്ടിങ് ആണ്, പക്ഷെ ഗൗരവം വിടൂല ആള്, അങ്ങനെ ടൈപ്പാണ്. അങ്ങനെ അവൻ എന്തിപ്പോ അങ്ങനെ ചാരി നിന്ന് അങ്ങനെ പറ്റുന്ന പറഞ്ഞാൽ പറഞ്ഞല്ലോ, അതിലേറെ നല്ലത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ എന്താ സൗദി ഇത്ര വെറുപ്പ് ചോദിച്ചിട്ടുണ്ട്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ചെറിയാപ്പൂന് അറിയും. അപ്പോൾ ആള് അപ്പോഴത്തേക്ക് എൻ്റെ നേരെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിർത്തിയിട്ട് വന്നിട്ടുണ്ട്. ആരപ്പം എന്നോട് പോകാൻ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ നേരെ ജ്യേഷ്ഠൻ ആ പാസ്പോർട്ട് ഇറങ്ങിയിടാറുണ്ട് തമാശയിൽ. ആര്? മൂത്താള്. അതിൽ കാര്യമായിട്ടത് പറയണ ചോദിച്ചാൽ സത്യത്തിൽ തിരിച്ചു പോകണം വരെ പേടിച്ചിട്ടാ. അപ്പോൾ എനിക്കൊരു താല്പര്യമില്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഒരു ഉറപ്പും മനസ്സും ധൈര്യവും എനിക്കുണ്ടായിരുന്നു. ചെയ്യാൻ കഴിയും, അത് പട്ടിണി എടുക്കാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം അഡ്വാൻസ് നമ്മൾ പഴയ കാലത്ത് നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട്. പിന്നെ ഏത് താഴേക്കടി പോകാനും എനിക്കൊരു മടിയുമില്ല, ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം. ഇനിയിപ്പോൾ ആ പറഞ്ഞ ഓട്ടോറിക്ഷയിൽ പോകണോ, അതിന് ഞാൻ തയ്യാറാ, അതിനൊന്നും മടിയൊന്നുമില്ല. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ലെവലിലേ ഞാൻ നിൽക്കുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് ലെവലിലും നമ്മൾ ജീവിക്കാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളോട് ഏത് സമയത്തും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്നില്ല. ആകട്ടെ, നമ്മൾ വിഷയത്തിൽ മാറണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റേഷന് ഈ പറഞ്ഞത് അത് ശരിക്കും കൊണ്ടുപിടിച്ചു. ഞാനാ പിടിച്ചത്. കൊണ്ടുപിടിച്ചിട്ട് ഞാൻ എന്നാ പോകണില്ല, പോകണ്ടതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ കാര്യമായിട്ടാണ് പറയണത് ചോദിച്ചു. ആ കാര്യമായിട്ട് പറയുന്നു. ഇപ്പോൾ എന്തിനാ പോണ്, എനിക്ക് പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പം ജ്യേഷ്ഠന്മാർക്കൊക്കെ എല്ലാവരും അത്യാവശ്യം എൻ്റെ വാപ്പ ഉണ്ടാക്കിയൊരു പേരുണ്ട്, അത് നല്ല പേരാണ്. ഒരു മക്കൾക്ക് വാപ്പാരുണ്ടാക്കേണ്ടത് സമ്പാദ്യത്തിലേറെ ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു പേരാണ്. ഞാൻ ഇന്നാളെ മകനാന്ന് പറയുമ്പോൾ ഇന്നാളെന്ന് പറയരുത്, ഇന്നാളാ മോന എന്ന് ചോദിക്കണം. അത് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നമ്മൾ പറയിപ്പിക്കരുത് എന്നർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ആ പേരുണ്ടല്ലോ നമുക്ക്, ആ രീതിയിൽ ഞാനങ്ങനെ ശരി എന്നാലും ഞാൻ പോകണില്ല, അതിൽ ഉമ്മയും പറഞ്ഞുകൂടാന്ന് വേണ്ട. അപ്പം വൈഫിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവർക്ക് അതുകൂടി സന്തോഷമാകാന്നല്ലാതെ അങ്ങനെ ഞാനത് നിർത്തുകയാണ്. നിർത്തിയിട്ട്
എൻ്റെ കയ്യിൽ കുറച്ച് കാശില്ലത് ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ ചെറിയ കാര്യം കൂടി പറയട്ടെ. ഇപ്പോഴത്തെ തലമുറനോട് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കല്ല, നിങ്ങളൊക്കെ പ്രായക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വരവിനനുസരിച്ചല്ല ചിലവാക്കുക അല്ലേ. നമ്മൾ വരവറിഞ്ഞ് ചിലവാക്കണം. പിന്നെ ഒരു സമ്പാദ്യശീലം എന്ന് പറയുന്ന സംഗതിയുണ്ട്. 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 30 എടുത്ത് നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ അത് നമ്മളെ ഒരു അണ്ടറിൽ നിർത്തണതിന്. അത് നിർത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കൊരു മേടാനും എന്താ ചെറിയൊരു ഷോർട്ടേജ് വരികയാണെങ്കിൽ അത് വിട്ടിട്ടാണെങ്കിൽ നമുക്ക് കൈകാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് സൗദിയിൽ നിന്ന സമയത്ത് ഞാൻ ബസ് എടുത്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പിലാണ്. നാട്ടില് അന്ന് ഈ 4 വീലുള്ള ഒരു ടാറ്റയുടെ ഒരു വണ്ടി ഇറങ്ങുന്ന സമയമാണത്. ചെറിയ മിനി ബസ്. അതൊരു 2000-ലാണ് ബസ് ഇറക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 2000 ഫസ്റ്റിൽ തന്നെ. ഞാൻ ഈ 97-98 കാലഘട്ടത്തിലാണ് പോണത്. 2000 ഞാൻ കിട്ടിയ കാശ് ഞാൻ നേരെ ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ ബസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമാണ് കിടക്കണം അവിടെ നാട്ടിൽ. അത് വിറ്റിട്ടാണെങ്കിലും എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും ചെയ്യാന്നില്ല. അങ്ങനെ അതിൻ്റെ സുഹൃത്തിൻ്റെ ഇവിടെ പമ്പാടിലെ സുഹൃത്തുണ്ട്, കുട്ടിയെന്ന് പറയും. അപ്പോൾ മൂപ്പര് അവിടെ ഞാൻ പറഞ്ഞു ബസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, എനിക്ക് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകാൻ അതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല 1, 2, 3 നേരത്തെ ആ കയറ്റത്തേക്ക് ഇത് വരില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ കാഴ്ചപ്പാട് വേണം എല്ലാത്തിനും. ഏത് ബിസിനസ്സിനും നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഇത് ഡെവലപ്പ് ആവൂല എന്ന് കണ്ട ബിസിനസ്സിനെ ഒരിക്കലും നമ്മളത് കണ്ടിന്യൂ ചെയ്യരുത്. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒന്നുകൂടെ പറയണോ? അല്ല, അത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കത് ഡെവലപ്പ് ആക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബിസിനസ് ഏതാണെങ്കിലും അടുത്ത ബിസിനസ് കാണണം നമ്മൾ. ഇത് ഇട്ടിട്ടല്ല കാണേണ്ടത്, ഇത് നിലനിർത്തിക്കൊണ്ട്. അപ്പം നമ്മൾ ചെറിയ ഇൻകം നമുക്ക് വന്നുകൊണ്ടിരിക്കും. മറ്റൊരു ബിസിനസ് എന്താണെന്ന് പഠിക്കണം അതിനിടയിൽ നിന്ന്. എന്നിട്ട് ഇതിനെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യണം. ഈ മെല്ലനെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, സ്വന്തം അഭിപ്രായം, വേറെ ആരുമല്ല. അങ്ങനെ എന്താ ഈ ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നല്. ഇതിങ്ങനെ ജീവിക്കാം, അതിൽ കിട്ടുമ്പോൾ വാങ്ങിപ്പോവാം. അതുകൊണ്ട് സ്റ്റേജിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായപ്പോൾ എൻ്റെ ഈ പറഞ്ഞ സുഹൃത്തിന് ഇതന്നെ ബിസിനസ്സാണ്. അപ്പോൾ ഇതിൽ തന്നെ കെട്ടിമറിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചതാണ്. അങ്ങനെ അപ്പോൾ നീ എടുത്തോ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾ അന്നും ഞാൻ ഈ ഷെയർ ഒന്നും കൂടി എടുത്ത് പറയുന്നുണ്ടേ. അത് ഞാൻ അടുത്ത സംസാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഷെയറിലേക്ക് വരാം. വേറെ ആളും കൂടി സിറാജ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ 3 പേരും കൂടെ എടുത്തുക്കണം ഈ വണ്ടി. അങ്ങനെ കുട്ടീനോട് ചോദിച്ചു, കുട്ടീനത് അത്രയും കാശ് തരാൻ തിരിച്ചില്ല. എനിക്ക് 10 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ, 2 ഏക്കർ. അത് വേണമെങ്കിൽ നീ എടുത്തോ. ശരി, എന്നാലും ഞാൻ എടുത്തോളാം. അങ്ങനെ സിറാജും ഞാനും കൂടെ ആ സ്ഥലം എടുത്തിട്ട് ഈ ബസ് ഞാൻ കുട്ടി കൊടുക്കണം. എന്നിട്ട് സ്ഥലത്തിന് വിൽക്കണം. വിറ്റിട്ട് ആ പൈസനെ പാർട്ട് ചെയ്തിട്ട് പുള്ളി സിറാജിന് കൊടുക്കണം, ഞാൻ കൊടുത്തു. ബാക്കിയുള്ള കാശ്. പിന്നെ ഒരു ഗൾഫുകാരൻ 6 മാസം നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഗൾഫുകാരൻ നിൽക്കണ ആ ലെവലിൽ തന്നെ ഞാൻ ജീവിച്ചിട്ട് പോന്നിട്ടുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേക്ക് കയ്യിലുള്ള കാശൊക്കെ ഏകദേശം ഈ കൈയിടക്ക് കാശ് തീരുമാനമായി. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് നടക്കാനുള്ള വണ്ടിയൊരു ഇല്ലാത്തൊരു ഇതിൽ വന്നപ്പോൾ കുറഞ്ഞ പൈസ 19,000 രൂപ അന്നത്തെ കാലത്ത് 40-50,000 രൂപയോളം ബാലൻസ് ഉണ്ട്. അങ്ങനെ നിലമ്പൂർ ഒരു ദിവസം ഞാൻ നിലമ്പൂർ പോവാണ്. നിലമ്പൂർ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് വാപ്പാര് ചെയ്താൽ മക്കൾക്ക് കിട്ടും. എൻ്റെ വാപ്പ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്കായിരിക്കും എൻ്റെ ഗുണം കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ എവിടുന്ന് സുധിയ വരുന്നത് ചോദിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് നടന്നു വരാം. അവർ 8-9 മണിയുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരാവശ്യത്തിന് വന്നാൽ തിരിച്ചു പോവാണ് നാട്ടിൽ. വണ്ടിയൊന്നും നിർത്തിട്ടില്ല ചോദിച്ചു. നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. ഇല്ല, വണ്ടിയൊന്നും ഇല്ല ഇപ്പോൾ തന്നെ. അതിന് വാടാന്ന്. ഒരു ബുള്ളറ്റിൻ്റെ ചാവി എടുത്ത് കൈ തന്നെ നോക്കി. അത് കൊണ്ടുപോയിക്കോ. എങ്ങോട്ട് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇപ്പോൾ വേണ്ടാന്ന്. പൈസ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. നിനക്ക് എന്താണോ എൻ്റെ ശരി അത് നീ ഷാജി നാളെ വരും, വടവർത്തുള്ളതാ, നീ കൊണ്ടുപോയിക്കോ പറഞ്ഞു.
ഞാൻ പിന്നെ മേലെ താഴെ നോക്കിയില്ല. ബുള്ളറ്റ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു താല്പര്യം പാഷനിൽ പെട്ടത് തന്നെയാണ് അത്. ഈ പറഞ്ഞ ഈ ഗൾഫിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ബുള്ളറ്റ് എടുത്ത് നടന്നിട്ടുണ്ട്. ബുള്ളറ്റ് സ്വന്തമായിട്ട് എടുക്കും. അതൊന്നും വലിയ ബുള്ളറ്റുകളില്ലല്ലോ. അതിപ്പോഴും ഉണ്ട് കേട്ടോ ഈ ബുള്ളറ്റ്. അത് ഞാൻ അതിൻ്റെ നടത്തം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബുള്ളറ്റ് എടുത്ത് പോയി. കാരണം വണ്ടി ഭയങ്കര സ്റ്റൈലായിരുന്നു കാണാൻ. ഒരു പ്രത്യേക സീറ്റിങ്ങിനൊക്കെ ഭയങ്കര സ്റ്റൈൽ. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോരുവാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ലഡുവും വാങ്ങിയിട്ട് ഉമ്മാൻ്റെ തോന്നുന്നു ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. എത്ര എന്താ ഏതൊന്ന് ഷാജി തന്നതാണ്, നീ എന്താന്ന് വെച്ച് ചെയ്തോളാം, ചെറിയപ്പനോട് ചോദിച്ചിട്ട് ചെയ്തോളാം. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ചോദിക്കുകയാണ്. ചോദിച്ച് അപ്പോൾ അന്നത്തെ കാലത്ത് 16,000-17,000 രൂപ വില. ഞാൻ പൈസ കൊണ്ടേ കൊടുത്തു. പിന്നെ എന്ത് വളരെ കുറഞ്ഞ പൈസയുള്ളൂ, ഒരു 10,000-20,000 രൂപയുടെ. 6 മാസം ആയിക്കണം. അപ്പോൾ 6 മാസം കഴിഞ്ഞു. ബസ്സും വിറ്റു. പൈസ ബിസിനസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഈ 6 മാസത്തിന് ഇപ്പം എന്നെ ഒരു 10,000-25,000 രൂപ എൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ ഈ വണ്ടീൻ്റെ പൈസ കൂടി കൊടുത്തതിന് ശേഷം. അത് വെച്ച് പിന്നെ ഞാൻ അങ്ങനെ തുടങ്ങി. ഇനി നിന്നാൽ ശരിയാവില്ല എന്നുള്ള തോന്നലും നടക്കാനൊരു വണ്ടീൻ്റെ അടുത്തുണ്ട്. ഫസ്റ്റിൽ ഞാൻ എൻ്റെ പഴയ മരക്കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ്. അന്ന് ഞാൻ തോട്ടങ്ങളിൽ മരം എടുത്ത് മുറിക്കായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് മില്ലുകളിൽ കൊണ്ടുവന്നിടുന്ന മരത്തിന് വിലക്കെടുക്കും. അത് കുബിക്കിന് ഒരു 10, 25, 30, 50 രൂപ വെച്ചിട്ട് മറിച്ച് വെക്കും. ഇതിങ്ങനെ റൊട്ടേഷനായിട്ട് നടക്കുകയാണ്. എന്നാൽ എൻ്റെ കുടുംബം കഴിയാനും എനിക്ക് അത്യാവശ്യം പെട്രോൾ അടിച്ചാനും മര്യാദയ്ക്ക് നിൽക്കാനും ലെവലിൽ ഞാൻ എത്തി നിൽക്കുമ്പം എൻ്റെ വലിയ ജ്യേഷ്ഠന്, ഇപ്പോൾ മരിച്ച നമ്മുടെ ജ്യേഷ്ഠന് ഫോറസ്റ്റിൽ കുറേ വർക്കും കുറച്ച് ബന്ധങ്ങളൊക്കെ കൂടുതലായി ഉണ്ടായിരുന്നു. ആ ബന്ധം വെച്ചിട്ട് ഞാനോട് പറഞ്ഞു എനിക്കൊരു വർക്ക് വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. അതായത് കോൺട്രാക്ട് വർക്ക്. ഞാൻ പോണ റൂട്ടാണ് അത്. നേരത്തെ പറഞ്ഞ 1, 2, 3, 4 പാറായിട്ടോ എത്തി പടി അതാ ഞാൻ ഉദ്ദേശിച്ചത്. വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അത്. ഞാൻ പറഞ്ഞ 1, 2, 3 എവിടെയും എത്തിപ്പെടണം എന്നുള്ളൊരു നിർബന്ധം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും തരുന്ന ആൾ റബ്ബാണ്. പിന്നെ അവിടെ ഉണ്ടല്ലോ എനിക്ക് തരുമല്ലോ. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു വിശ്വാസം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഫസ്റ്റിൽ ഞാൻ ഒരു വർക്ക് എടുക്കണം. അത് നേരത്തെ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞൊരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. അവിടെ ഞാൻ ആ ഒരു ഫസ്റ്റ് 70,000 രൂപയുടെ വർക്ക് മുതലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ചുരുക്കി പറയണം, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് പിന്നെ ഒരു DFO എന്ന് പറഞ്ഞാൽ ഒരു IPS IASൻ്റെ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് മൂപ്പരത്ത് കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം കാണാൻ. അത് പിന്നെ ആ ഒരു ബന്ധം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒതുക്കം നിന്ന് ശീലിച്ചുകൊണ്ട് അയാൾക്ക് വരാൻ മാത്രമേ ഡോറാണ് അവിടെ. ആ ഡോറിലൂടെ എനിക്ക് കയറി പോവാം, റേഞ്ച് ഓഫീസർക്ക് പോകാൻ പറ്റില്ല. അല്ലേ? അത് ആ ബന്ധത്തിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങനെ പോയി. അന്നത്തെ സമയത്ത് 2005 സമയത്താണ്. ഈ 2005 ഞാൻ പിന്നെ ആ ഫോറസ്റ്റിൽ കിടന്ന വർക്കുകൾ മൊത്തം എനിക്ക് വേണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലായി. 8, 10 സൈറ്റുകൾ വർക്ക് നടക്കുക. ഈ ഒരു ബുള്ളറ്റിൽ ഞാൻ ഓടി നടന്ന് രാപ്പകലില്ലാതെ അധ്വാനിക്കും. നമ്മളെ എന്താ പറയുക, അധ്വാനം തന്നെയാണ് നമ്മളെ ഫലം. അങ്ങനെ ഈ കൂടെ നിന്ന കുറേ പണിക്കാരുണ്ട്, ഒപ്പത്തിനൊപ്പം നിന്ന കുറേ പണിക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് എല്ലായിടത്തും ഓടി നടന്ന് വർക്ക് എടുക്കും. ആ ബന്ധം ഇപ്പോൾ ഫോറസ്റ്റിൽ കുറേ ബന്ധങ്ങളായി. പിന്നെ DFO തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ അതിനുശേഷം ഈ പറഞ്ഞ 6-7 കയറാട്ടോ. ഇങ്ങനെ പോയിക്കൂടെ സ്റ്റൈല്. ഈ 6-7 കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്പോയില്, സെൻട്രൽ ഡിപ്പോ, നിലമ്പൂർ സെൻട്രൽ ഡിപ്പോയിൽ ടിമ്പറിൽ കയറണം. ടിമ്പർ ബിസിനസ്സിലേക്ക്. അത് ഇതിൻ്റെ ടോപ്പാണ്. ഇത് മരക്കച്ചവടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. ഹൈ ആണത്. ആ ഹൈയിലേക്ക് കയറുമ്പോൾ ഞാനവിടെ ഇതിലേക്ക് കയറി കച്ചവടം ചെയ്യാൻ കാശ് ഭയങ്കരമായിട്ട് വേണം. ഒരു ലോട്ട് മരം എടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വേണ്ട സമയം. ഇതിൻ്റെ അടുത്ത് കാശ് ഏകദേശം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാം പരന്ന് കിടക്കുകയാണ് ഈ വർക്കിൽ. അപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമല്ലാത്തതുകൊണ്ട് പിന്നെ ഹില്ലിന്ന് വെച്ച് ഞാൻ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറേ സുഹൃബന്ധങ്ങളുണ്ട്. ഇതിലൊരു കാര്യം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയണം. ബന്ധങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് വില കൽപ്പിക്കും, ഏത് ബന്ധങ്ങൾക്കും. പിന്നെ ആരും ചതിക്കൂല എന്നുള്ളൊരു മനസ്സും ഉണ്ട്. അപ്പം നമ്മളാരും ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട്
ഇന്ന് വരെ ചതിക്കപ്പെട്ടിട്ടില്ല, ചതിച്ചിട്ടുമില്ല ആരെയും. ചില നഷ്ടങ്ങൾ ഞാൻ സഹിക്കേണ്ടി വന്നാലും അവിടെ ഞാൻ വിട്ടുകൊടുക്കും, ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതിന്നും ഇപ്പം ഞാൻ ഇത് കാണുന്ന ചിലർക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഇന്നും ഇന്നറിയുന്നവർക്ക് അറിയാം എനിക്ക് തന്ന പണി തന്നവർ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ പോലെ, അതല്ല എൻ്റെ പണി, മനസ്സിലായോ? എൻ്റെ പണി അതല്ല, ഞാൻ എന്താവണം എന്ന് എൻ്റെ പണി, മറ്റവൻ്റെ പിന്നാലെ കൂടണമെന്നല്ല. അതവിടെ ഇരിക്കട്ടെ, ടോപ്പിക്ക് മാറിപ്പോവും. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇതിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു ബിസിനസ്സുക്കും പുതിയൊരാൾ വരുമ്പോൾ ഒരു ചവിട്ട് വരും, പുറത്തുനിന്ന് ഒരാൾ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇല്ല ആൾക്കാർക്ക് തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം വരും. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങി. ഈ ഡംപിങ് ഡിപ്പോ എന്നാണ് കണ്ട് ചെറിയ ഡിപ്പോകളിൽ ചെറിയ ഏർപ്പാടുകൾ നടക്കുമ്പോൾ അതിലൊക്കെ പോയിട്ട് എടുത്ത് ഇങ്ങനെ ഇന്ന് എൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ഇതിനിടയിൽ കിട്ടുന്നത് കിട്ടും, ആ പരിപാടി. അങ്ങനെയായി. ഈ വർക്കിനിടയിൽ ഞാൻ ഈ വീടിൻ്റെ അന്ന് ഏകദേശം 30 വയസ്സിൻ്റെ 32 വയസ്സ് സമയത്ത് വീടിന് തറയിടുക. അന്ന് ഞാൻ എന്താ പറയുക, ഇവിടെ ഡിപ്പോയിൽ നെടുങ്ങ ഡിപ്പോയിൽ ലേലത്തിന് പങ്കെടുക്കാൻ പോകട്ടോ. ഇത് കുറച്ചിലാവുമോ എനിക്കറിയില്ല, ഇനി കൂടിപ്പോകുമെന്നും അറിയില്ല. അന്ന് ലേലത്തിന് പങ്കെടുക്കാൻ എൻ്റെ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ. അത് അന്ന് EMI കെട്ടിക്കാണ്ട് വേണം പൈസ. അതിൽ എനിക്ക് അവർക്കൊരു കോള് വരികയാണ്, എൻ്റെ ഉമ്മയെ വിളിക്കണത്. എടാ ഇവിടെ തറ കീറാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം. എൻ്റെ കയ്യിൽ ബസ്സൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ട ഉമ്മ ചോദിച്ചാൽ, കുറ്റിയടിച്ചിട്ട് പോയതല്ലേ കുറച്ച് സൈഡ്, തറ കീറി ആ കീറാൻ പറഞ്ഞാൽ അതൊക്കെ നടക്കൂടാന്ന് എന്നോട് ഉമ്മ. ഈ വീട് അൽഹംദുലില്ലാ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കയറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ പണിക്കാരും ഇതിനിടയിൽ കൂടെ അങ്ങനെ നടന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ അന്ന് ഞാൻ വീട് വെക്കാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങൾക്ക് ഒരു പാട്ട് കൊടുക്കും. ഞാൻ ഓരോരോ പാട്ട് കൊടുത്തിട്ടേക്ക് ചെയ്യാം. വീടിൻ്റെ പണി അവിടെ, വർക്ക് ഇവിടെ, മരക്കച്ചവടം അവിടെ. ഇതിൽ നമ്മളെ ഓട്ടങ്ങളുണ്ട്. ചിലപ്പോൾ ഊണോർക്കൊക്കെ കുറച്ചിരി കുറവൊക്കെ വരും, ആണായി പഠിച്ചില്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. അങ്ങനെ എന്താ പറയുക, ഡിപ്പോയിൽ കച്ചവടമായപ്പോൾ ഇവരെന്നെ ചവിട്ടി തേക്കാൻ തുടങ്ങി. അത് നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലേക്കാവും. ഞാൻ അഥവാ ഒരു 10 രൂപ കയറ്റി വെച്ചാൽ എൻ്റെ മേലെ കയറ്റി വിളിക്കാൻ ആളായി. അങ്ങനെ കോഴിക്കോടില്ലേ നമ്മളൊരു എൻ്റെ വലിയ ജ്യേഷ്ഠൻ്റെ ഒരു ഫണ്ടുണ്ട്. പുള്ളിനോട് ഞാനൊരു യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അവിടെ നിനക്ക് ചവിട്ട് വരുന്നോണ്ട് എനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ സുധിയ നിനക്ക് എത്രയുടെ കാശ് വേണ്ട വെച്ചിട്ടുണ്ട്? കാശൊന്നും എനിക്ക് വേണ്ട, കൂടെ നിന്നാൽ മതി പറഞ്ഞ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എത്രാം തീയതി അല്ലായിരുന്നു വെച്ചാൽ അറിയിക്കുക പറഞ്ഞു. ഗിരീഷേട്ടൻ എന്നാ പേര്. ആയിക്കോട്ടെ, ഗിരീഷേട്ടൻ വന്നു അറിഞ്ഞോട് തുടങ്ങിക്കോറും. അതിൽ പിന്നെ ഒരാൾ ബാക്കിലുണ്ടല്ലോ, അത് പാർട്ണർഷിപ്പിൻ്റെ ഒരു ഭാഗമാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ് അന്ന് ഞാൻ മൂപ്പരെ കൂട്ടി ചേർത്ത് പിടിച്ചു. ആ സ്ട്രെങ്ത് വേണം നമുക്ക്. അപ്പം അതാണല്ലോ നമുക്ക് ബലാണല്ലോ വേണ്ടത്. മടിയിൽ കനുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പം മടിയിലെ കന അപ്പുറത്ത് വെച്ചിട്ട് അന്നും ഞാൻ തീരുമാനിച്ചിരുന്ന ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിൽ 100 കിട്ടുമ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും എഫേർട്ട് എടുത്താൽ മതി. നമ്മൾ എല്ലാവർക്കും കിട്ടണം, എല്ലാവർക്കും വാങ്ങണം, എല്ലാവരും ഉണ്ടാവണം. അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ സൗകര്യമുണ്ട്. ഏതായാലും ഗിരീഷേട്ടൻ പറഞ്ഞു, നീ എത്ര വേണേലും വിളിച്ചോ, എത്ര വേണമെങ്കിലും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് ഞാനങ്ങോട്ട് ശരിക്കും മുതലെടുത്തു. ആ സമയം കയറി വിളിക്കുന്ന ഇന്നെ ആരൊക്കെ വിളിച്ചോ, അതിന് വാശി എന്നല്ല പറയട്ടോ, ബിസിനസിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ അതിൻ്റെ മേലെ വിളിച്ച് പിന്നെ എന്തായി, നേരത്തെ പറഞ്ഞ് 8ാം ഘട്ടത്തിലേക്ക് ഞാൻ കയറി. 7 കഴിഞ്ഞ് 8 ആയിട്ടോ. അവിടെ ഇവരടിയിൽ അവരെ പോലെ നമ്പർ 1 എന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ, ആ 1ലേക്ക് എത്തണം എന്നുള്ള വാശിയായിരുന്നത്. ആ നമ്പർ 1 ഞാൻ അവിടെ കളി തുടങ്ങി. പിന്നെ അവിടെ ലേലത്തിൽ ഞാനടക്കം ഇവിടെല്ലാം വലിയ കൊമ്പന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അവരെ കൂടെ അവരെ പോലെ തന്നെ ഇരുന്നു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊരു ബിസിനസ് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. ആ അതിൽ ഇതിനും ഈ പറഞ്ഞോണം ഭാവി ഇച്ചിരി കുറവാണെന്ന് തോന്നി. ഹാർഡ് വർക്കും ചെയ്തിട്ട് അങ്ങനെ അല്ല, നമുക്ക് കിട്ടുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഡെവലപ്മെന്റ് കുറവാണോ എന്നൊരു തോന്നല്. അപ്പം അടുത്തിനെ പറ്റി പഠിക്കണം, അടുത്തിനെ പറ്റി പഠിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ വർക്ക്
നടക്കണമുണ്ട്. പക്ഷെ അത് ഞാനിങ്ങനെ കുറച്ച് വന്നു. അതിൽ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് ഇനി അത് ശരിയല്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ അതിൽ നിന്നും മാറണം എന്ന് തോന്നി തുടങ്ങി. കാരണം അറിയാലോ, ഈ ഒരു ബിസിനസ് ആകുമ്പോൾ കോൺട്രാക്ട് വർക്ക്, റോഡ് വർക്ക്, ബിൽഡിംഗ് വർക്ക്, ഇതിന് നമുക്ക് ബോധിപ്പിക്കേണ്ട ഒരാളുണ്ടല്ലോ മുകളിൽ, അവരോട് സമാധാനം പറയേണ്ടി വരുമോ എന്ന് തോന്നൽ തുടങ്ങി മൈൻഡിൽ. നമ്മൾ ചെയ്യുന്നത് ചിലപ്പം കുറേ കാശ് ഇവിടുന്ന് വലിച്ചിട്ട് വേറെ ലോക്ക് കൊടുത്തിട്ട് ഇവിടെ കുറക്കണം. പക്ഷെ അന്ന് ഞാൻ മാന്യത കീപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന വർക്കിനോടുള്ളൊരു മാന്യത കീപ്പ് ചെയ്തേ പോയിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എനിക്ക് തരാനും ഒരു മടിയില്ലായിരുന്നു. അങ്ങനെ അവന് കൊടുത്താൽ അത് ചെയ്യും, അത് കാര്യം വൃത്തിയിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എന്നാൽ നമുക്ക് എന്താ പറയുക, എനിക്ക് 100 കിട്ടുമ്പോഴത്തേക്ക് 80 അങ്ങോട്ട് കൊടുക്കണ ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ അധ്വാനം കൊണ്ട് വേറെല്ലാം കളിക്കണ്ടെന്നൊരു തോന്നൽ വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മരക്കച്ചവടത്തേക്ക് മെല്ലെ കയറി തുടങ്ങിയത്. അപ്പോൾ ഇത് കുറച്ചു തുടങ്ങി. അവിടെ കുറച്ചു, നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഇങ്ങനെ പതുക്കെ കുറച്ചിട്ട് അതിനെങ്ങനെ കൊണ്ടുവന്നിട്ട് മറ്റിലേക്ക് ഇച്ചിരി കയറി ഇങ്ങനെ പോയി. അതിൻ്റെ ഭാവിയും പിന്നെ ഭയങ്കര നിയമങ്ങളും വകുപ്പുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ മരത്തിൽ പിന്നെ ഇത്ര എമൗണ്ട് കെട്ടണമെന്നും ഇത്ര ആൾക്ക് ഇത്ര വിളിക്കാവൂന്നും. അപ്പം നമുക്ക് ഇതിന് ഉയർച്ച കൊണ്ടുവരാൻ കഴിയില്ല, അതിലിങ്ങനെ ജീവിച്ചു പോവാം. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞോണം അധികമൊന്നും പൈസയൊന്നും കയ്യിലല്ലോ, ഇട്ട് കളിയല്ലേ, ഇങ്ങനെ റൊട്ടേഷനല്ലേ. അതിനുശേഷം ഞാൻ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ പാർട്ണറെ ബാബു എന്ന് പറയും, കാരകം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴും ഉണ്ട് പാർട്ണർ. അവന് ബാബുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയാണ് വേറെ വഴിക്ക്. കണക്ഷൻ്റെ ഒരു ഭാഗമാണ് നേരത്തെ പറഞ്ഞ സിറാജില്ലേ ബസ്സിലെ, അയാളായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ ബാബുമായിട്ട് പരിചയപ്പെടുക. കാരകം എന്നാണ് ആളെ വീട്. അങ്ങനെ ബാബുവിനോട് ഞാൻ പറഞ്ഞു, ബാബു അങ്ങനെ 1-2 പരിപാടികളൊക്കെ ചെയ്യാൻ മൂപ്പർക്കും താല്പര്യമുണ്ട്. അപ്പം മൂപ്പർ എന്നെ പഠിച്ചു, അതെല്ലാവരും പഠിച്ചിട്ടേ ആൾ ചെയ്യുള്ളൂ. ഓൾറെഡി ബിസിനസ്സിലുള്ള ആളാണോ? പല ബിസിനസ്, പിന്നെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടെ കൂടെ റിയൽ എസ്റ്റേറ്റും ഉണ്ട് കേട്ടോ. ഇല്ലാണ്ടിക്ക് ഇഞ്ചെന്ന് പറയും പണ്ടുള്ളവര്, ഇല്ല കാശ് വെച്ചിട്ടൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ മടിയിലെ കാലം കുറവായതുകൊണ്ട് ഇല്ലതിനനുസരിച്ച് ചെയ്തപ്പോൾ ഞാൻ ബാബുവിനെ കൂട്ടുപിടിക്കുകയാണ്. ബാബു പറഞ്ഞു ഇതിനനുസരിച്ച് നമുക്ക് ഓനനുസരിച്ച് ഓൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓനും ചെയ്യാന്നുള്ള രീതിയിലായി ഞങ്ങൾ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോന്നു. അങ്ങനെ ആദ്യം ഞാനിവിടെ കുറച്ച് സ്ഥലം എടുത്തു, ആ സ്ഥലം മറിച്ച് വിറ്റു. അതിനുശേഷം അതിന്മേൽ നമുക്ക് ലാഭം കിട്ടി. പിന്നെ കുറച്ചപ്പുറത്ത് നടുവക്കാട് എന്ന സ്ഥലത്ത് ഒരു ആരും എടുക്കാൻ മടിക്കുന്ന സ്ഥലം, റിസ്ക് എടുക്കാന്ന് പറയുന്നത് രസമാണ്, വെള്ളം കിട്ടൂല എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ ഹാരിസിൻ്റെ അടുത്തായിരുന്നു. ഹാരിസ് പറഞ്ഞു സുധീർ കുറച്ച് സ്ഥലം എടുത്തോ. ഈ സിറാജിൻ്റെ കെയർ ഓഫിൽ തന്നെ ഞാൻ ഈ സ്ഥലങ്ങൾ എടുക്കണം. ഞാൻ ഓരോരുത്തരും എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിലുണ്ട്. അവരൊക്കെ ഞാൻ ഉൾപ്പെടുത്തി തന്നെ സംസാരിക്കുന്നത്. ഇതെന്താ പറയുക, ഇതിൽ അവർ മെൻഷൻ ചെയ്ത് ഇതൊക്കെ അവരൊക്കെ അനുഭവിച്ചതും കണ്ടതും കേട്ടതുമാണല്ലോ. നിങ്ങളെന്നോട് ചോദിച്ച ചോദ്യം അൽറീമൊക്കെ എങ്ങനെ എത്തിയെന്നാ, അത് ഞാൻ തുടങ്ങിത്തരാം. അത് ഇതിനൊക്കെ കണക്റ്റഡ് ആണ്, ഓരോന്നും കണക്റ്റഡ് ആണ്. അങ്ങനെ ഞാൻ ഈ ബാബുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തല്ലോ കേട്ടോ, അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്വന്തമായിട്ടുള്ളത് ബാബുമായിട്ട് ഞാൻ വേറെ ബിസിനസ്സിലേക്ക്. അപ്പോൾ ഞാൻ ബാബുവിനോട് പറഞ്ഞു, എനിക്ക് പണിക്കാർക്ക് ഇത് കുറയും തോറും ഇന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ പണിക്കാരുണ്ട്, എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ഈ ബാബുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഈ 2 സെക്ഷനായിട്ട് വർക്ക് എൻ്റെതായ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മാക്സിമം എത്രത്തോളം നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഗ്രോത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതായിരുന്നു അന്നത്തെ ഉദ്ദേശം. നല്ല സമയമല്ലേ. അങ്ങനെ ബാബുമായിട്ട് ഞാൻ ഇത് വെച്ചു, ഈ സ്ഥലങ്ങൾ എടുത്തു. പിന്നെ ഞാൻ ഐഡിയ മാറ്റി, എങ്ങനെ നമുക്ക് വീട് വെച്ച് ഈ എടുക്കുന്ന സ്ഥലം മാത്രം കൊടുക്കണ്ട, അതിൽ ഓരോരോ വീടുകളായിട്ട് 3 വീട് വെക്കുക. നെക്സ്റ്റ് ലെവലിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം ഇതിൻ്റെ ഈ വർക്ക് ഇവിടെ ചെറുതാവും തോറും ഇന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജോലിക്കാർ അവർക്ക് വർക്ക് കൊടുക്കണം. ഇല്ല മരത്തിന്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സ്ലോലി കുറച്ച് പതുക്കെയാക്കി, ഫോക്കസ് കുറച്ചിട്ട് അതിനെ നിർത്തിയില്ല. കാരണം ഇത് ക്ലിക്ക് ആയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണ്ടേ, അതിനു വേണ്ടിയിട്ട് മാത്രം അങ്ങനെയാണ് പോയിരുന്നത്. അങ്ങനെ ഞാനും ബാബുവും നല്ലൊരു ബന്ധമായിട്ട് ഇപ്പോൾ ഒരു 20 വർഷത്തോളമായിട്ട് ഞാനും നല്ല
എന്താ പറയുക, ഇന്ന് വരെ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും എന്നുള്ളൊരു സംസാരം ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട്സും കാര്യങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യുക. അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്ഷൻസ് ഒരു പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ആ രീതിയിലേക്കാണ് പോകും. ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാം. അതെ, അതാണ് മെയിനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കേരളയിൽ ഞങ്ങൾ 6 വീട് ഒരുമിച്ച് വെച്ചു. ഒരു വില്ല പ്രോജക്റ്റ്. വില്ല എന്നുള്ളതിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമ്മളെ റേഞ്ചിനനുസരിച്ചുള്ള വില്ല പ്രോജക്റ്റ്, ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ അന്നേ കാണുന്നുണ്ട്. അത് നമ്മളെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ. പക്ഷെ ഞാനത് ചെയ്തു. പക്ഷെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ട് ഈ സാധനം ബ്ലോക്കാണ് ഒരവസ്ഥ വരും. അപ്പം നമുക്ക് ഇത്രയും എമൗണ്ടുകൾ കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും അപ്പോഴും നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇത് കുഴപ്പമില്ലാത്ത ബിസിനസ്, പക്ഷെ അത്രയും കാശ് നമ്മൾ അവിടെ കിടക്കുകയാണ്. വിറ്റ് പോണ സമയത്ത് വിൽക്കും, അപ്പുറം അഡ്വാൻസ് കിട്ടും, പിന്നെ 6 മാസം 7 മാസം പിന്നെ വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ആ പൈസ ഇട്ടിട്ട് കളിക്കുമ്പോൾ ഇത് ചൂണ്ട കോർത്തിട്ട് എടുക്കണം. അതാണ് കച്ചവടം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ചൂണ്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അത് ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മാറി ചിന്തിക്കാൻ തന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ ഷഫീഖില്ലേ, സൗദിയിലല്ലേ, പുള്ളിയായിട്ട് ചൈനയിൽ ഞാനും ഈ ബാബു അടക്കം ഞങ്ങൾ കൂടിയിട്ട് ചൈനയിൽ ബിസിനസ് തുടങ്ങി. ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അതിൽ കുറേ ലോസ് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് വെളുത്തുള്ളിക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പൊന്തുന്ന സമയമാണ്. 160 രൂപ 165 രൂപ ഒക്കെ വരുന്ന സമയം വന്നു. അങ്ങനെ അപ്പം ഇതെങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ഈ അടുത്ത ചിന്ത. ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നതേ ചെയ്യൂ എന്നുള്ളതില്ലായിരുന്നു. ഞാൻ എന്തും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇനിയൊരു പോത്തച്ചവടം കൂടിയേ ബാക്കിയുള്ളൂ ചെയ്യാൻ. ബാക്കി ഒരുവിധമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വെളുത്തുള്ളി ഇറക്കി. വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചൈനയിൽ പോയി. എന്നിട്ട് ചൈനയിൽ പോയിട്ട് അവിടുന്ന് ആദ്യം ഞങ്ങൾ ഫർണിച്ചർ ചെയ്തു. ഈ സെറ്റുകളല്ലേ, സോഫ സെറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസുകൾ. അത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പം ബസ്സിൻ്റെ ഒരു ഡിസ്കിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. മൈലേജ് കൂടുതൽ കിട്ടുന്ന ഡിസ്ക് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ഈ ഡിസ്ക് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായി. പിന്നെ ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ മൈൻഡ് വെച്ച് കണ്ടാണല്ലോ നമ്മൾ പോണത്. നിങ്ങൾ പ്രൊഡക്റ്റ് തീരുമാനിച്ചിട്ടല്ല ചൈനയിൽ പോയത്? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. അതായത് ആദ്യം ഞങ്ങൾ പ്രോഡക്റ്റ് തീരുമാനിച്ചില്ല. ചൈന എന്താണ്, എങ്ങനെയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൽ കാശ് ചിലവാക്കി ഞാനും ഷഫീഖ്, എൻ്റെ കുറേ കോയാസ്, അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് വെറുതെ ഒരു പോക്ക് പോയി കണ്ടു. അതിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ മൈൻഡാണല്ലോ. എല്ലാവരും മൈൻഡിനനുസരിച്ച് ചെയ്തോളി എന്നുള്ള രീതിയിലാണ് പോണത്. ഞങ്ങൾ കണ്ടെത്തിയ മൈൻഡ് എന്ന് പറയുന്നത് ഇതിലേക്ക് മാറി. അങ്ങനെ ഫസ്റ്റ് ഡിസ്ക് സോഫ ചെയ്തു. അത് കുഴപ്പമില്ലാതെ പോയി. പക്ഷെ അത് അത്രത്തോളം മാർജിനില്ലാന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, ഡിസ്കിലേക്ക് മാറി. വീൽ ഡിസ്ക് അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ചെറിയൊരു ഫാൾട്ട് പറ്റി. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. നെഗറ്റീവും വരാം, പോസിറ്റീവും വരാം. നെഗറ്റീവ് വന്നെന്ന് വെച്ചിട്ട് ഞാനവിടെ കിടക്കലല്ല വേണ്ടത്. അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് പോരാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം പറ്റിയ സംഭവം എന്ന് വെച്ചാൽ, വീൽ ഡിസ്ക് ഞങ്ങൾ ശരിക്കും ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യുക ആദ്യം. വീൽ ഡിസ്ക് പുറത്തുനിന്ന് വയനാട് ഒരാൾ മാത്രമേ ഈ സാധനം ഇറക്കണുള്ളൂ. ആ സാധനം പോയിട്ട് എണ്ണം വാങ്ങിയിട്ട് ഗൂഡല്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ടയറക്സ് നടത്തുന്ന ഒരു കുട്ടിപ്പാന്ന് പറയും. ഈ കുട്ടിപ്പ ആയിട്ട് മൂപ്പര് ടയറിൻ്റെ ഹെഡാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാം അറിയുന്ന ആളാണ്. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ഡീൽ ഉറപ്പിച്ചു. ഇവരും കൂടിയിട്ട് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലായി. ഞാനും ഷഫീഖും കൂടെ ബാബടക്കം എൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ കൂടെയാണെങ്കിലും ഞാൻ അവൻ്റെ കൂടെയാണെങ്കിലും അത് ഒരുമിച്ച് പോവുക, ഒരുമിച്ച് തന്നെ കൊണ്ടു നടക്കാവുന്നുള്ള ആ ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ആ ബിസിനസ്സിലേക്ക് ബാബുവിനോട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ നമുക്ക് ആയിക്കോട്ടെ, നമുക്ക് നോക്കാം അതിനെന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു വലിയ പേപ്പർ വന്നിട്ട് അതിൽ മാർക്ക് ചെയ്തു. ഈ ഡിസ്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വിഡ്ഢിത്തരം മനുഷ്യന്മാർക്ക് പറ്റുമല്ലോ. ആ വിഡ്ഢിത്തരത്തിൽ ഇതിൻ്റെ വീൽ ബോൾട്ട് വരുന്ന ഹോളില്ലേ, ഈ ഹോള് മാർക്ക് ചെയ്തപ്പം പെന്നിൻ്റെ മാർക്കിങ് ഒരു 2 നൂലിക്ക് വ്യത്യാസം വന്നു. ഒരു കണ്ടെയ്നർ ഇറങ്ങുകയാണ് കേട്ടോളൂ. കംപ്ലീറ്റ്ലി മാറി. കംപ്ലീറ്റ് ഇത് മാറുകയാണ്. ഇതിന് ഈ സാധനം ഇവിടെ എത്തി ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാർ. സാധനം കിട്ടാനില്ല. ആ മാർക്കറ്റിൽ എന്ത് ചെയ്യും? അത്രയും പൈസയാണ് ഈ കിടക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ തോറ്റിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, സാധനം എടുത്തു, അപ്പക്കപ്പഴം എടുത്തിട്ട് കോയമ്പത്തൂർ പോയിട്ട് ഇതിന് സ്ലീവ് ഉണ്ടാക്കിയിട്ട് ഇതിന് വെൽഡ് ചെയ്തിട്ട് ഇത് ചെറിയൊരു മാർജിനിട്ട് വിറ്റു. ഈ വിൽക്കുന്ന അടിയിൽ തന്നെ
അടുത്ത ഒരു കൺസൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ളത് വാശി ഒരു നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഷഫീഖ് പറഞ്ഞോട് സുധി എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. വീൽ ഡിസ്ക് എടുത്തിട്ട് ഷഫീഖ് എന്ത് ചെയ്തു, സെൻറ്റർ കട്ട് ചെയ്തു. ലെയ്ത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് തോളിലിട്ടിട്ട് ചൈനയ്ക്ക് പുള്ളി കയറി, ഷഫീഖ് കയറി. ഞാൻ പോയില്ല. പോയിട്ട് പെട്ടെന്ന് അടുത്ത കണ്ടതിന് വിട്ടപ്പം ഇതിപ്പോൾ നഷ്ടമല്ലാതെ പോയി. നമുക്ക് ലാഭമില്ലാന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടമാണല്ലോ. അപ്പം മറ്റിൽ നിന്ന് നമുക്ക് അത് നമ്മൾ കവർ ചെയ്ത് പോകുന്നു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ട്രെൻഡ് അവസാനിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത് മാറി ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വെളുത്തുള്ളിനെ പറ്റി പഠിക്കുന്നത്, വില കൂടിയപ്പോൾ. അപ്പോൾ രണ്ടാമത് ചെയ്താണ് വെളുത്തുള്ളി. അങ്ങനെ വെളുത്തുള്ളി ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ബാൻ ചെയ്തിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഈ കൊച്ചി നിന്ന് നമുക്ക് സാധനം പുറത്തേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനിടയിൽ ലോബികൾ ഉണ്ടാവുമല്ലോ. ഹൈദരാബാദ്, ആ ഭാഗത്ത് നിന്ന് ബോംബെ, ആ ഏരിയയിലാണ് ഇതിൻ്റെ ലോബികൾ. ഇവിടെ കൊച്ചിയിൽ കണ്ടെയ്നർ ഇറങ്ങിയ ഉടനെ ഒരു വിവരം കിട്ടി, ഇവരിത് എങ്ങനെ ഇറക്കും എന്നുള്ളത് പഠിക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധനം പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ 3 മാസത്തോളം ഞങ്ങളിത് പ്ലഗ് ചെയ്തു. എങ്ങനെ ഇത് ചിൽഡാക്കി നിർത്തണം. എപ്പോഴും പ്ലഗ് ചെയ്യാൻ പെർ ഡേ ഒരു കണ്ടെയ്നറിന് 2000 രൂപയുടെ അടുത്ത് വരുന്ന കാശ് വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പ്ലഗ് ചെയ്തു. നഷ്ടങ്ങളാണ് വരുന്നത്. അത് ബിസിനസ്സായിട്ട് കാണാനേ പോലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ചുരുക്കി ഞങ്ങൾ ആ സാധനം ദുബൈയിലേക്ക് തന്നെ തിരിച്ച് കയറ്റി നല്ലൊരു ലോസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കവർ ചെയ്യാൻ ഞങ്ങൾ പിന്നെ അടുത്ത ബിസിനസ്സിലേക്ക് കയറണം. ലേണിങ്സ് അത് അങ്ങനെ ഒന്നായിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് താഴേക്ക് പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നിട്ടില്ല. അതങ്ങ് നേരത്തെ നിങ്ങൾ പോലും പറഞ്ഞു. ഒരു ഗ്യാപ്പ് നമ്മളെപ്പോഴും എല്ലായിടത്തും കാണണം. ഒരു 30% നമ്മളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പം ഇവിടെ നമുക്ക് ലോസ് വരുമ്പോൾ അതെടുത്തിട്ട് ഇതിനെ എമർജൻസി ഫണ്ട് പോലെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് ആ ഒരു മൈൻഡ് എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെടുത്ത് നമുക്കിത് ഇതിനെ റിക്കവറാക്കി കൊണ്ടുവന്നു. അതിനുശേഷം എന്താ പറയുക, ആ പരിപാടി ഞങ്ങൾ ഭയങ്കര റിസ്ക്കാണ്, അറിയാലോ. കണ്ടെയ്നറും കൊണ്ടല്ലും കസ്റ്റംസും ഒക്കെ. അപ്പോൾ ഓവർ റിസ്ക് എടുത്തുകൂടാ എന്നുള്ളൊരു തീരുമാനം മനസ്സിൽ കയറി. അങ്ങനെ താൽക്കാലികമായിട്ട് അതിന് സ്റ്റോപ്പ് ചെയ്തു. ഇന്നും നമുക്ക് ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അത് ഇവിടേക്കല്ല, സൗദിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 6-7 വീടുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ 2 ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് അത്രയും കാശ് നമുക്ക് ഫണ്ട് ബ്ലോക്ക് ആണുകൊണ്ട് അതിനും ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബാബു നമ്മങ്ങനെ ഇന്ന ഇടയിൽ ഞാൻ പറയാൻ പോണത് അൽറീമേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അത് ഞാൻ പറയണം, അതിലേക്ക് കയറുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ മാനു അറിയും, പുള്ളിയും വേറെ തിരുമതി എന്നിട്ട് ഹോംലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലെ എൻ്റെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അൽറീമിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഞാൻ പറയണത്. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ സുധീൻ നീ ഒന്ന് കൂടെ നിന്നുണ്ടെന്ന് സംസാരിക്കും, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഇടയിലൊന്ന് സംസാരിക്കാൻ വാർന്നു. അങ്ങനെ ഇതുപോലെ ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുകയാണ് തിരുമതിൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പോൾ തിരുമതി ഞാൻ കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റി വേണം. അത് നിർബന്ധമാണ്, എനിക്ക് നിർബന്ധമാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ആദ്യം തിരുമതിനോടും. തിരുമതിക്കൊന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങില്ല, സൗദിയിലൊക്കെ നിന്നുകൊണ്ട് വന്ന ആളാണ്. മാനു ആണെങ്കിൽ ഹോട്ടൽ ബിസിനസ് ആയിട്ടൊന്നും മാത്രം നടക്കുന്ന ആളാണ്. അപ്പോൾ ഈ മാനുവിനോട് മനു നീ ഇതിന് ഡീൽ ഉറപ്പിക്കുമ്പോൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാം ഞാൻ പറഞ്ഞു കണ്ട് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യും, ഇന്ന പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പം തിരുമതി പറഞ്ഞു, സുധി നിങ്ങളിതിൻ്റെ ഞങ്ങളെ കൂടെ നിൽക്കുക ചോദിച്ചു. ആ പാർട്ണർഷിപ്പ് നിങ്ങൾ നിൽക്കുമോ? തിരുമതി ആർക്കും പാർട്ണർഷിപ്പ് കൊടുക്കാത്ത ആളാണ്. മൂപ്പർക്ക് ഈ പറഞ്ഞ മാനുവിനെ കൂട്ടാന്നുള്ളത് മാത്രമായിരുന്നു മൂപ്പർ ഉദ്ദേശിച്ചിരുന്നത്. അവരോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ റൂട്ട് വേറെ മനയാണ്, എൻ്റെ റൂട്ട് വേറെയാണ്, എന്നെ അതിലേക്ക് നിർബന്ധിക്കല്ലേ. കാരണം എനിക്ക് പണിക്കാരും ഈ പ്രശ്നങ്ങളും അവിടെയും ഇവിടെയൊക്കെ ഓരോ ഏർപ്പാടിട്ട് നടക്കല്ലേ. അപ്പോൾ ആളിനോട് പറഞ്ഞു, നിങ്ങളിതിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ മാനു അടക്കം
നമ്മളൊന്നും അറിയണ്ട, നിങ്ങൾക്ക് സൗകര്യമില്ലപ്പം വരാം, സൗകര്യമില്ലപ്പം പോകാം, നിങ്ങൾക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തരുമോ ചോദിച്ചു. ആലോചിക്കുക, അങ്ങനെയാണെങ്കിലും നന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സൈറ്റിൽ പോകാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മമ്പാട് ഹോംലാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആ കട അന്ന് സ്ട്രക്ചറിൽ ഇങ്ങനെ വെറുതെ ഷീറ്റിട്ട് വെച്ചേക്കുന്നു. അപ്പം ഞാൻ അവരോട് വന്നു, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർഡൻ റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ പരിസരങ്ങളൊന്നുമില്ല ആ കാലത്ത്. നമുക്ക് അങ്ങനെ ഇതിലേക്ക് പോയാലെന്താ ചോദിച്ചു. പൈസ കൂടുതൽ ചോദിച്ചു. പൈസ ഇറക്കുമ്പോൾ തന്നെ പൈസ കിട്ടുള്ളൂ എന്നാണ്. വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലേക്കൊരു ശ്രമം നടത്തിയത്. അത് കഴിഞ്ഞ് അപ്പം ഇവർക്കൊക്കെ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം. അപ്പോൾ ഇവരൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട അപ്പുറത്തേക്ക് നിൽക്കൂല. അങ്ങനെ ഒരു ലെവലിൽ നിന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒന്നുകൂടി സ്മൂത്ത്നെസ് കിട്ടുമല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് ഇതിൻ്റെ അടുത്ത് പണിക്കാരുണ്ട്, ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വർക്ക് നടത്താൻ നമുക്ക് പ്രശ്നമില്ല. എടാ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണിക്കാരുണ്ട് കൂടെ ഉണ്ട്. അങ്ങനെ ഉണ്ണിനെ വിളിച്ചിട്ട് വന്നതാ ഇന്ന പോലെ ചെയ്തോ, ഇന്ന പോലെ ആവണം എന്ന് പറഞ്ഞപ്പോൾ അത് ആ ലെവലിൽ കൊണ്ടുവന്നൊരു ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അത് 2013 2014 6 വർഷത്തിലാണത്. അങ്ങനെ നോക്കാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ സാധാ ഹോട്ടലായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്, രണ്ടുപേരും കൂടെ. അത് പിന്നെ അതിൻ്റെ ആ രീതിയൊക്കെ മൊത്തത്തിൽ മാറി വന്നു. അന്ന് ബ്രോസ്റ്റഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഞാനത് അതിലേക്ക് വന്നു. എപ്പോഴും നമ്മളെന്താ പറയുക, ഹൈക്ക് ചിന്തിച്ച് നോക്കുക, പറ്റുമല്ലോ എന്നുള്ളത് ശ്രമിക്കുമ്പോഴല്ല നടക്കുള്ളൂ. പിന്നെ മേലുള്ള ആളതൊക്കെ തീരുമാനിക്കില്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇത് ചെയ്തു. അങ്ങനെ അന്ന് പിന്നെ എന്താ ഇവിടെ ഒരു ഹോട്ടലില്ലേ നിലമ്പൂർ, വുഡ് ബൈൻ, അവിടെ ബ്രോസ്റ്റുള്ളൂ. അത് ഇതൊരു ഗാർഡൻ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ആര് ജില്ലയിലേക്ക് കൊണ്ടുവരണം മമ്പാടിനെ. അപ്പം ആരും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു പാലത്തിനക്കരെ. അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ജേസന്മാരടക്കം ചോദിച്ചിട്ടുണ്ട്, എന്താ നിനക്ക് അവിടെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു നല്ലത് കൊടുത്താൽ ഇല്ലോടത്തുനിന്ന് ആൾ വരും. പണ്ടില്ല ചൊല്ലല്ലേ, വയനാട്ടിൽ നിന്ന് എലി വരുന്നില്ല ചൊല്ലില്ല എന്ന പോലെ. അന്ന് ഞാൻ പറഞ്ഞ വാക്കതാണ്. അപ്പോൾ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എലി വരും എന്ന് പറഞ്ഞു എന്ന പോലെ ഇതിലേ പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഏറ്റവും നല്ല ബ്രോസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അയാൾ പറഞ്ഞു പറ്റില്ല എന്നു. പക്ഷേ ഞാനതൊന്നുകൂടി കണ്ടെത്തി. പിന്നെ ഓടി നടന്ന് സൗദി അറേബ്യയിൽ ഏറ്റവും നല്ല ബ്രോസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ആൾ വന്നു, കൂടെ ചെയ്തു, കാര്യങ്ങൾ പോയി നല്ല ലെവലിൽ പോവാം. നല്ല ലെവലിൽ പോയി നിൽക്കുന്ന അടിയിൽ ഇതിലും പാഠങ്ങളുണ്ട്. ഓരോരോ കാര്യങ്ങളും ഓരോരോ പാഠങ്ങളുണ്ടാവും. ഞാനെന്ത് ചെയ്യും, 5 മണിക്ക് ശേഷം ഫ്രീ ആവും. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. ആ ഫ്രീ ടൈം ഞാൻ അവിടെ പോയി ചിലവാക്കും. ഹാർഡ് വർക്ക് തന്നെയാണ് എല്ലപ്പോഴും. അപ്പം ഇല്ല, വെറുതെ നിൽക്കില്ല. പിന്നെ വന്ന് കിടക്കുന്നത് 12 മണി, 1 മണി, 1:30 മണി, 2 മണിയൊക്കെ ആവും. പിന്നെ രാവിലെ അടുത്ത് ഞാൻ പണിക്കാരുടെ എത്തും. ഇതായിരുന്നു ഓട്ടം. അങ്ങനെ അത് കുറച്ച് കാലം കഴിഞ്ഞു, കുഴപ്പമില്ലാതെ പോയി. അതിൽ നിന്ന് ഏറ്റവും വലിയൊരു പാഠം ഞാൻ പഠിച്ചു. ഏറ്റവും വലിയ പാഠമാണത്. 200 ചില്ലാൻ ഐറ്റം ഫുഡ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ ചൈനീസിലും ചിക്കനും മട്ടനും ബീഫും ഇതിലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് മെനു ഉണ്ടാക്കിയിട്ട് ഇവർ പറയുന്ന മെനു ഇത് ഒരു ഐഡിയ ഇല്ലല്ലോ. അതെ. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് ഞാൻ അങ്ങനെ കേൾക്കും, അതങ്ങനെ ചെയ്യാറ്, അങ്ങനെ ചെയ്യും. പക്ഷെ അതിലൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ എനിക്ക് തോന്നി ഓവർ ഐറ്റംസ് കൊടുക്കാൻ പാടില്ല. അതൊരു വലിയൊരു പാടായി തോന്നിയിട്ട് കുറച്ച് ഐറ്റംസിനെ കുറച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പണിക്കാരൊരു വലിയ വിഷയമാണ്. നമ്മൾ പണിക്കാർ പിന്നെ നമ്മളിട്ട് ചാടിക്കും. ഈ ഹോട്ടൽ ഫീൽഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓല് ചിലപ്പോൾ പറഞ്ഞാൽ നാളെ ലീവാണ്. 10 ഐറ്റം ഉണ്ടെങ്കിൽ ഈ 10 ഐറ്റത്തിൽ ഒരാൾ ലീവായാൽ അന്ന് ഐറ്റം കൊടുക്കാൻ പറ്റാത്തൊരു ഇത്. അങ്ങനെ അപ്പോൾ ഇത് കുറച്ച് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാനെന്താട്ടി അവിടുത്തെ ഇത് വലിയൊരു കുഴപ്പമില്ലാന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇതിനെ കൊണ്ടുവരുന്ന ലൈൻ വേറെയാണെന്നും പഠിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ വേറെ കാര്യം പറഞ്ഞ് വിട്ടുപോയിട്ടോ. ഇതിൽ ബാബുവിനോട് ഞാൻ ചോദിച്ചു. ബാബു ഈ ഇതിൽ പാർട്ണർഷിപ്പ് കൂടുന്ന സമയത്ത് ഞാൻ ചോദിക്കണമല്ലോ, എൻ്റെ പാർട്ണറാണല്ലോ. ബാബു നമുക്കിങ്ങനെ ഹോട്ടലിൻ്റെ ഇത് പറയുന്നുണ്ട്, അവരെന്നോട് ഷെയർ ഇടാൻ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കണം, ആളെ ഞാൻ കൂട്ടണം. അതാണ് അതിൻ്റെ മര്യാദ. ആ രീതിയിൽ ഞാൻ മൂപ്പരോട് ചോദിച്ചാൽ അത് നാട്ടിൽ സുഖിയ ചെറിയൊരു പരിപാടി, എനിക്ക് വൈകുന്നേരം കയറിയിരിക്കാനല്ലേ, അതങ്ങനെ ചെയ്തേക്ക്. അത് ഇനിയിപ്പോൾ ഞാനതിൽ നിൽക്കൊന്നും വേണ്ടായിരുന്നു.
പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ മൂപ്പര് ഈ ഒരു ഫീൽഡിലുണ്ടോ? ഇല്ല, മാവില്ല. റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ തന്നെയാണ് ഞങ്ങളെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നടന്ന് ഇടയിൽ കൂടെ നല്ലൊരു ബിസിനസ് ആണുള്ളത്. അപ്പൊ അതിൽ ഞാൻ സ്വാഭാവികമായിട്ടും പുള്ളിനെ വിളിക്കണല്ലോ. ആ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു വാക്ക് ഇതാണ്. അത് ശരി തന്നെയാണത്. ആ നാട്ടിലെ ചെറിയ പരിപാടി, അതിനൊന്നും ഇപ്പോൾ അത്ര മെനക്കെന്താ. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തു, അങ്ങനെ 3 പേരും കൂടെ. അതങ്ങനെ പോയപ്പം പിന്നെ ചെറിയ ചെറിയ ഒരസല് തട്ടുമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഞാനായിട്ടല്ല, മറ്റൊരു തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പം അതിൽ കയറി ഇടപെടും, ക്ലിയർ ചെയ്യും, അങ്ങനെ 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 ഇങ്ങനെ പോകുന്ന ഇടയിൽ പിന്നെ അന്ന് ഈ മന്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറവാ, ഇല്ല, തുടങ്ങിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ പൊട്ടി മുളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മന്തിനെ പറ്റി ഒന്ന് പഠിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ പണ്ട് ഈ തിരുമതി എറണാകുളത്ത് അതിനെപ്പറ്റിയിട്ട് ആളെ നമുക്ക് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അഭിപ്രായത്തിൽ നിന്നപ്പം ഇത് ഏകദേശം ലോസിലാണ് ഇപ്പോൾ കട പോണത്, എങ്ങനെയായാലും ലെവലാവില്ല. അപ്പോൾ മകൻ എന്നോട് എനിക്കിത് ഇങ്ങനെ പോയത് ശരിയാവില്ല, ഞാൻ മാറിയാലോ ചോദിച്ചു. നമുക്ക് അങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക് മാറാറില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് ലാഭത്തിന് നീ കുഞ്ഞാപ്പൂരം ഏൽപ്പിച്ച് പോകാൻ നമുക്ക്, കുഞ്ഞാപ്പൂറിനെ തിരുമതിനെ ഏൽപ്പിച്ച് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല, ഒരു 100 റുപ്യ ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞാപ്പൂരം കൊടുത്ത് പോകായിരുന്നു. എനിക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല എനിക്ക് തന്നെ ആർക്കും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ ഞാനാണ് മാറിക്കുക, നിങ്ങളത് കൈകാര്യം ചെയ്തോളൂ, നമ്മൾ 2 ആളാകുമ്പോൾ അതിനനുസരിച്ച് കിട്ടുമല്ലോ. ആയിക്കോട്ടെ തന്നെ കുഞ്ഞാപ്പൂനെ ഞാൻ ഏറ്റെടുത്തോളം പ്രശ്നമില്ല. അങ്ങനെ മാനും മാറി, ഞാൻ കുഞ്ഞാപ്പ് പോയി. പക്ഷെ ഇത് പിന്നെ ഓരോ ദിവസം വെച്ച് താഴേക്ക് കച്ചവടം വരാൻ തുടങ്ങി. അതിലാണ് അൽറീം എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് കേട്ടോ. അങ്ങനെയാണ് കച്ചവടം മാസങ്ങൾ ലക്ഷങ്ങൾ നഷ്ടത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് വന്നു. മേത്തുനിന്ന് എടുത്ത് പോവുക. അപ്പോൾ നമ്മൾ അതിന് ഇവിടെ കിട്ടും, ഇവിടുന്ന് കിട്ടും, അത് ഇവിടെ കൊടുക്കും, അവിടുന്ന് കിട്ടും, ഇവിടെ കൊടുക്കും, അങ്ങനെ അങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ മന്തിനെ പറ്റി പഠിക്കുന്നത്. മന്തി എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ ട്രെൻഡായി വന്നിട്ടില്ല കേട്ടോ, നമ്മളെ ഏരിയയിലൊന്നും ഇല്ല, എവിടെയില്ല, ഇവിടെ പരിസരങ്ങളിൽ എവിടെയും സംഗതി ഇല്ല. അങ്ങനെയാണ് ഇതിനെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ പറഞ്ഞ പാർട്ണറോട് പോലും പറയാതെ രാവിലെ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കും വണ്ടിയിൽ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. കൊപ്പം, പെരുന്തൽമണ്ണ, അങ്ങനെ വളാഞ്ചേരിക്ക് കയറും. അങ്ങനെ അവിടെയും ഇവിടെ ഓരോ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ കഴിക്കും, ഫുഡ് കഴിച്ചു നോക്കും. അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ നമ്മൾ കൊടുക്കുന്ന സാധനം, ഒന്നും എനിക്ക് ലെവലില്ല. അങ്ങനെ ആരോ പറഞ്ഞു എന്നോട്, മലപ്പുറത്തൊരു മന്തിക്കടുണ്ട്, നല്ല കച്ചവടമാണ്, നല്ല ടേസ്റ്റുമാണ്, അത് ഉപയോഗിക്കൂടെ. അതിനിടയിൽ ഞങ്ങൾ ഈ ഹോട്ടൽ ഫീൽഡ്, കുഞ്ഞാപ്പൂൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവന് വീട് കട ഇത് മാത്രമേ ആൾക്കുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉപയോഗിക്കില്ല. സുധി ഞാൻ നിങ്ങൾ ചെയ്യണ്ടെങ്കിൽ പുറത്തു കൂടെ, നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്ന ആളല്ലേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കർണാടകത്തിൽ ഞാനും ബാബും കൂടെ ഒരു ഹോട്ടലിനെ പറ്റി ആലോചിക്കല്ലേ. ഞങ്ങൾ കുറേ പോവും വരും ഇങ്ങനെ നടക്കുന്ന ഇടയിൽ കൂടെയാണ് ഈ മന്തിനെ പറ്റി ആലോചിക്കണം. അപ്പം ബാബു ഇതിൽ ചിത്രത്തിൽ, അപ്പോഴും ബാബു ചിത്രത്തിൽ വന്നിട്ടില്ല ഈ കടയിലേക്ക് മന്തി കൊണ്ടുപോകും. കാരണം ഓൾറെഡി ഞങ്ങൾ ഉള്ളതാണല്ലോ ഈ സ്ഥാപനം. അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ കുഞ്ഞാപ്പും ഞാനും ഒരു ദിവസം, എൻ്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, മാനേജറിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഈ മന്തിക്കടയിൽ പോവാണ് ഫസ്റ്റിൽ. അങ്ങനെ ഞങ്ങൾ മന്തിക്കടയിൽ ചെന്നു, മന്തി ഓർഡർ ചെയ്തു. അന്നൊരു 2 ഷട്ടർ റൂം അങ്ങനെ ഇതും അവിടെ തന്നെ അടുപ്പും പുകയും കരിയും കണ്ണൊക്കെ എരിയുന്നൊരവസ്ഥയിൽ കയറി നിന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് വെച്ചിട്ട് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ ഞാൻ സൗദിയിൽ ഈ അടുപ്പൊന്നുമല്ല ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാനത് സൗദി അറേബ്യയിൽ നിന്ന് കഴിച്ച ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരൊറ്റ മന്തിക്കടയിൽ നിന്നാണ്. ഇന്ന് മദ്ബീന്ന അതിൻ്റെ പേര്, കടയുടെ പേര്. അപ്പോൾ ഞാൻ ആ മന്തി കഴിച്ചു. ഇതിൻ്റെ ഓണർ ആരാന്ന് ചോദിച്ചു, കൗണ്ടറിൽ നിൽക്കുന്ന ആളോട്. അത് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൽ അല്ല, ഞങ്ങൾ ആളെന്ന് പറഞ്ഞു തരുവാണ്. അവിടെ ഉണ്ടാവുന്ന മൂപ്പരിന്ന് അങ്ങനെ മാറി തിരിഞ്ഞാൽ പോയി. ആളെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എൻ്റെ ഒരു പൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കിടന്ന ആളാണത്. ആ ആള് ചോദിച്ചപ്പോൾ മൂപ്പരിനോട് പറഞ്ഞില്ല. അതിന് തൊട്ടപ്പുറത്തൊരു വീൽ അലൈൻമെൻ്റെ കട ഉണ്ട്. അപ്പോൾ ആ വീൽ അലൈൻമെൻ്റ് അപ്പം എനിക്ക് തന്നെ ഒരു വാശി പോലെ, എന്താ ഇത്ര ഒരു സീക്രട്ടൊക്കെ ഇതിന്, എന്നാൽ പിന്നെ ഞാൻ ആളെ കണ്ടിട്ടേ പോവുള്ളൂ.
അപ്പം ഞാൻ എൻ്റെ ഈ പാർട്ണറോട് പറഞ്ഞു കടയിലാണല്ലോ ഞാൻ അപ്പോൾ നിങ്ങൾ വിട്ടോ, ഞാൻ ഓനെ കൊണ്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ഓനെ കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അവർ പോകുന്നു, ഞാൻ ഇരിപ്പാട് ഇരുന്നു ഇങ്ങനെ ഈ കടയിൽ. അങ്ങനെ വീൽ അലൈൻമെൻറ്റിൻ്റെ കടയിൽ ആ ചെറിയാപ്പൂനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. മുത്തു പറഞ്ഞൊരു പയ്യനുണ്ട്, എൻ്റെ പേര്. ഇതൊന്നും നമ്മളെ മനസ്സിലുള്ള ആൾക്കാരാണ് കേട്ടോ, അത് നമ്മളെ ടേണിങ് പോയിൻ്റാണത്, അതിലേക്ക് ഞാൻ വരുന്നത്. മുത്തുവിനോട് സംസാരിച്ചു. മുത്തു ഈ പറഞ്ഞതിൻ്റെ ഉടമമാരാണ്, അത് അംസെയ്താണ്. അംസെയ്ത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ അംസനൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. അതിനിപ്പോൾ എന്താന്ന് ചോദിച്ചു. അങ്ങനെ അംസനെ വേഗം പോയിട്ട് വിളിച്ചു. സാധാരണ ഒരാൾ കയറി ഇങ്ങനെ വന്ന് ചിരിച്ചങ്ങനെ വന്നു. എന്തേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മമ്പാടുള്ള ആളാണ്, ഇങ്ങനെ റോട്ടിൽ നടത്തുന്ന ആളാണ്, ഒക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്ന് കൂടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ആള് മാന്യമായിട്ട് തന്നെ, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇതിപ്പം വലിയ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, നിങ്ങൾ കുഴിയെടുത്ത് ചെയ്തോളി, ഇനിയിപ്പോൾ എന്താ. ആളെ സിമ്പിളായിട്ട് പറഞ്ഞു. ആളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ പൊട്ടിപ്പൊരിയാണ്. അവന് ഓൾറെഡി ഒരു പാർട്ണറും ഉണ്ട്, സലാം എന്ന് പറയും. അവരെന്നെയാണ് പണിയെടുക്കുന്നതും, അവരെന്നെയാണ് ചോറെടുക്കുന്നതും, അവരെന്നെയാണ് വിൽക്കുന്നതും ഒക്കെ അവരെന്നെ. അങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ അംശം നമുക്ക് ഇതിൽ നോക്കൊന്നും മാറ്റം വേണ്ടി വരും. ഞാൻ ഏതെല്ലാം പറയുന്നത് പറഞ്ഞപ്പോൾ തമാശി കൂടെ എനിക്ക് വരാൻ കഴിയില്ല കാരണം. എന്നാൽ ശരി എന്നും പറഞ്ഞ് ഞാൻ ആളോട് നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിച്ച് ഞാൻ പോന്നു. ആളൊരു കോലത്തിൽ എനിക്ക് പിടുത്തം തരില്ല, കാരണം ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തീരുമാനിച്ചു അവനെ കൊണ്ടേ പോവുള്ളൂ എന്നില്ല. അതൊരു എന്ത് കാര്യത്തിനും നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന് ഉറച്ചു നിന്നാൽ അത് നടക്കും, ഏതുവരെ നടക്കും. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ആ ഒരു തീരുമാനം നമുക്ക് വേണം എപ്പോഴും. ഞാനത് ചെയ്യും, അല്ലാതെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു വാശി അത് നമ്മുടെ ഉള്ളിലുമാണ്. വാശി എന്ന് പറയുന്നത് ഇതിന് മാത്രം ഉപയോഗിക്കണം, അല്ലാതെ മറ്റു കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവനായിട്ട് ഞാൻ പോരുന്നുള്ളൊരു വാശി വെച്ചു. ഇങ്ങനെ ഞാൻ നിരന്തരം വരെ ബന്ധപ്പെടും. ആൾ ചിലപ്പം പോകണമെടുക്കില്ല, പണി കൊണ്ട് എടുക്കാതിരിക്കണത്. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധായാലും അംസർക്ക് പിടുത്തം തരില്ല, കാരണം എന്നോട് പറഞ്ഞൊഴിയാൻ ആൾക്ക് പറ്റുന്നില്ല. അതാണ് സത്യം. എനിക്കിപ്പോൾ മനസ്സിലായത്. എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറ്റൂല, എനിക്ക് അറിയില്ല, നോ പറയാൻ അറിയില്ല ആളായി. പക്ഷെ എനിക്കെന്തായത് ഞാനത് ശരിക്കും കയറി പിടിച്ചേക്കുക, അയാളെ ആ ഒരു ഇതും പിടിച്ചേക്കുക. അങ്ങനെയായി. പിന്നെ നിരന്തരം ചെല്ലും, ഫോണെടുക്കാക്കും, ചിലപ്പോൾ അവിടെ ചെല്ലും. ഞാനെന്ത് എൻ്റെ കണ്ണളവ് അളക്കും ഞാൻ എൻ്റെ ഫീൽഡ് ഇതാണല്ലോ, ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ അളന്ന് അംശങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ഒരു ഇതിൻ്റെ പണി ഞാൻ എടുക്കാം, ഇത് പണിക്കാരനെ വിട്ടെന്നാൽ മതി. അതൊന്നും നടക്കില്ലൊക്കെ, അത് ശരിയാവില്ല, അങ്ങനെ അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ബലമായിട്ട് ഞാനിത് നോക്കി എൻ്റെ പണിക്കാരനെ കൊണ്ടുപോയിട്ട് ഏകദേശം അവൻ്റെ മുമ്പ് നിന്ന് അളക്കണ്ടായിരുന്നു കുഴിയുടെ അളവ്. കുഴിക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ചെയ്യണമെങ്കിൽ, ഈ കുഴി ചെയ്യണമെങ്കിൽ. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാനെന്ത് ചെയ്തു, അതുപോലത്തെ ഒരു കുഴി അതിലേറെ സെറ്റപ്പിൽ നമ്മൾ ഉണ്ടാക്കി, പൊട്ടിച്ച് എല്ലാം തിരിച്ചിട്ട് കിച്ചണൊക്കെ പുറത്തേക്ക് എടുത്ത് ഹോംലാൻഡിൽ ഉണ്ടാക്കിയെടുത്ത് ഒരു ദിവസം അവനോട് നിർബന്ധം പറഞ്ഞു ഒന്ന് വന്നിട്ട് പോകണം. വന്ന് കാണുമ്പോഴാണ് ആൾ ഈ കുഴിയും ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. ധാരാ ചെയ്തത് ചോദിച്ചു. പണിക്കാരൻ്റെ അടുത്ത് ഞാൻ ചെയ്തതാണ്. അത് നീ പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്തത് ചോദിച്ചു. ആളിനിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ശരിക്കും ട്രാപ്പിലാക്കിയ മാതിരിയാണിത്. ട്രാപ്പല്ല, അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നീ പറഞ്ഞിട്ടല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഹോട്ടലും പരിസരവും ഒക്കെ കണ്ടപ്പം എന്നാൽ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് ഫസ്റ്റിൽ മന്തി ഇറക്കുകയാണ്, അവിടെ മന്തി എടുക്കുകയാണ്. പിന്നെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഇപ്പം ഞാൻ അടുത്ത് പറയണല്ല. അതിനുശേഷം മന്തി ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വെച്ച് ഞങ്ങളൊരു അനൗൺസൊക്കെ ചെയ്തു. അന്നൊക്കെ നിങ്ങളെ വരിയില്ല, ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ. അനൗൺസൊക്കെ ചെയ്ത് ട്രഡീഷണൽ രീതിയിൽ ഞങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എവിടെയില്ല, മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പുതിയൊരു സാധനമാണ്. പക്ഷെ നമുക്കിത് പിടിച്ചു നിൽക്കണമല്ലോ, കട പിടിച്ചു നിൽക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാലൊരു ഇതിന് ഈ ലെവലിൽ നിന്ന് കിട്ടിയാൽ മതി, മേത്തുനിന്ന് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സലാമ് വരികയാണ്. സലാമ് പറഞ്ഞാൽ അംസയുടെ പാർട്ണർ കേട്ടോ. പക്ഷെ എൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അംസയായിട്ടാണ്. അന്ന് സലാം എന്ന് പറയുന്നത് സലാമ് മുഖം തരില്ല, കാരണം പറ്റില്ല, കാരണം അങ്ങനെ ആയിരുന്നു. അധ്വാനം എന്ന് പറഞ്ഞാൽ
അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രയും അധ്വാനിച്ചുണ്ടാക്കിയെടുത്തൊരു സംഗതിയാണിത്. ഇതിൻ്റെ റെസിപ്പി അവർക്കറിയുന്നൊരു സംഗതിയാണല്ലോ. ഞാൻ അതിൽ ഇടപെടാറില്ല, റെസിപ്പി സംബന്ധമായിട്ട് ഞാൻ അതിൽ ഇടപെടാറില്ല. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം സലാം കയറി വരുമ്പോൾ ഇതാരാ, എൻ്റെ പാർട്ണറാണ് സലാം. പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞു ശരി എന്നാൽ നമുക്കത് തീയിടുക. അന്ന് തീയിടുമ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് സലാമിനെ കാണുന്നത്. അത് കഴിഞ്ഞു, സലാമ് തീയിട്ടു. ഫസ്റ്റിലെ ചെമ്പിറക്കുമ്പോൾ ഇത് സംഗതിയിൽ ചിലപ്പോൾ നല്ലീനോ എന്താണോ അത് ഞാൻ ഇതിൽ പറയാണ്. ജനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് സീറ്റിങ് മൊത്തം ഇത് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കാണാൻ. ആൾക്കാർ സീറ്റിൽ ഇങ്ങനെ ഇരിക്കും, വെയിറ്റിങ്, സാധനം പൊക്കി കൊടുക്കുക. അതിൽ സലാമ് വളരെ കൂളായിട്ട്, അവർക്ക് സ്ഥിരം ചെയ്യുന്നതല്ലേ, നമുക്കിതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. സാധനം ഇങ്ങനെ പൊക്കി, അതായത് ഒരു നെറ്റിന്, വലിയ നെറ്റിൽ 30, 40, 45, 50 കോഴി അല്ലെങ്കിൽ 45 പേര് മിനിമം കോഴി നമ്മൾ വെക്കും ഇതിൽ റൗണ്ടായിട്ട് വെച്ചിട്ട് ചെയ്യും. അന്ന് ഞങ്ങൾ ചെറിയൊരു സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ സലാമ് തീയിട്ടു, കത്തിച്ചു, സാധനം ഇറക്കിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഞാനും നനക്കും. ഞാൻ ചെല്ലുമ്പോൾ ഞാനും ഈ കുഴി നനക്കും, കുഞ്ഞാപ്പം നനക്കും, എല്ലാവരും കൂടി നനച്ചിത് തണുത്ത് കിടക്കുക. കത്തിച്ചത് പോരാന്നുള്ളതുകൊണ്ട് കുഴി കത്തിച്ചു. സാധനം ഇതിലിറക്കി സാധനം തുറന്നു നോക്കുമ്പോൾ വേവ് കുറവാണ്. കാരണം കുഴി തണുത്ത് കിടക്കല്ലേ. ഏതായാലും ഒന്നും കൂടി എന്തൊക്കെ കാട്ടി, സലാമ് ഐഡിയ ഉള്ള ആൾക്കാരാണല്ലോ, നല്ല ഐഡിയ ഉണ്ട്. ഇതൊക്കെ കാട്ടി ചൂടാക്കി കത്തിച്ച് ഏതായാലും അവർക്ക് ഇറക്കി, രണ്ടാമത് ഇറക്കി ഉപയോഗിച്ചു. ആൾക്കാർ വെയിറ്റിങ്ങാ. സാധനം പൊക്കി മേലിടത്തിനോട് എന്താ മറിഞ്ഞങ്ങോട്ട് വീണു കുഴിയിലേക്ക്, മൊത്തം ചിക്കനും.